എന്താടാ നായ ഇത്ര താമസിച്ചത്? ഉണ്ടായിരിക്കടാ പട്ടി, വണ്ടി ഓടിക്കേ. ആ തീട്ടം കണ്ടോ? ഞാൻ ആ പട്ടിയുടെ തല കൊണ്ട് ഗ്ലാസ് ഇടിപ്പിച്ച്. അതെ, നീ കൊടൂര മാസ് തന്നെ. പൊണ്ടാരം പൊണ്ടാരം, വെക്കടാ പടി. അവര് പോയെന്ന് തോന്നുന്നു. ലോക്കൽ ഓണങ്ങളും ഉണ്ടല്ലോ. അവനെ കൊണ്ട് വലിയ തലവേദനയാണ്. അവിടെ പുറത്താക്കാം അവനെ. മാറാ പട്ടി, കുനിഞ്ഞിഞ്ചി. ഹെലിപ്പാഡിലോട്ട് വിട്, ചോപ്പർ എടുക്കാം. കുണ്ടി, റോഡ് ബ്ലോക്ക്, റോഡ് ബ്ലോക്ക്. ആ ട്രെയിനിന് മുന്നേ അപ്പുറത്ത് കിടക്കാൻ നോക്കാം. കാറോട് ഉപേക്ഷിക്കേ, ചോപ്പറിന്റെ അടുത്തോട്ട് ഇതുവഴി പോവാം. പ്ലാൻ ഉപയോഗിച്ചാൽ മതി. പ്ലാൻ വെച്ചുണ്ടാക്കിയാൽ മതി എന്ന്. ചോപ്പർ ഏത് കോണത്തില്ല. ഞാൻ പുറകുവശം നോക്കാം. എന്താ പിടിച്ചോ? ഓടിക്കോ, പോലീസാ പോലീസാ. കോപ്പ്, നീ പേടിക്കണ്ട, ഞങ്ങളുണ്ട്. ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്ക. അയ്യോ അയ്യോ, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുക. ചോപ്പർ ഓർഡറാ. എനിക്കറിയത്തില്ല നിങ്ങൾ എന്തോ പറയുന്നത്. അടുത്ത് വന്നായി കുറ്റിച്ചിയുടെ തല വെടിവെച്ച് കിട്ടിച്ചു. ഓടിക്കോ. ഒരു നല്ല ഭർത്താവായിരുന്നില്ല, ഒരു നല്ല മനുഷ്യനായിരുന്നില്ല, ഒരു ഹീറോയുടെ പോലത്തെ മരണവുമല്ലായിരുന്നു. പക്ഷേ അവനായിരുന്നു യഥാർത്ഥ മനുഷ്യൻ. നമ്മുടെ ദൈവം രണ്ട് കള്ളന്മാരാൽ കുരിശിലേറ്റപ്പെട്ടവരാണ്. നമ്മൾ അതുകൊണ്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മളെല്ലാരും പാപത്താൽ ജനിച്ചവരാണ്. ഈ മൈക്കിൾ മറ്റുള്ളവരെല്ലാം പോലെ തന്നെ. അച്ഛൻ, ഇതിന്റെ രഹസ്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, നീ ഞങ്ങളുടെ സുഹൃത്തിന് മാപ്പ് നൽകും. നിന്റെ മകൻ ജെയിംസ്, അവനാളിങ്ങനെ. ആ, നല്ല പയ്യനാണ്. നല്ല പയ്യനോ? എന്താ അങ്ങനെ ചോദിച്ചേ? അവങ്ങളെ സഹായിക്കുന്നുണ്ടോ? ഇല്ല, സോഫയെ ഫുൾ ടൈം ഇരിക്കുകയാണ്. പുകയും വലിച്ചിട്ട് തുണ്ടും കണ്ടോണ്ടിരിക്കുന്നു. പിന്നെ ഗെയിം കളി. ചുമ്മാതല്ല രാജ്യം ഇങ്ങനെയായി പോയത്. അപ്പോൾ നിന്നെ പറ്റിയോ? ഞാനോ? ഡേയ്, അവന്റെ പ്രായത്തിൽ എനിക്ക് ഇപ്പം അവന് കാണുന്ന ഒരു കിണ്ടിയില്ലായിരുന്നു. ആ പ്രായത്തിൽ ഞാൻ 2 തവണ ജയിലിൽ പോയിട്ടുണ്ട്. ഞാൻ ബാങ്കുകൾ കൊള്ളയടിച്ചു, ഞാൻ ചരക്കുകൾ കടത്തി. ഇതൊക്കെ വലിയ അച്ചീവ്മെൻ്റ് ആണോ? എനിക്കുണ്ടായിരുന്ന ചാൻസുകളാണത്. അതൊക്കെ ഞാൻ മുതലെടുത്തു. എന്നിട്ടിപ്പോൾ എന്ത് കിണ്ടി? അതുകൊണ്ട് ഞാനിവിടെ ആയില്ലേ? ഞാൻ ഈ നിലയിലെത്തിയില്ലയോ? എൻ്റെ ഈ പൂത്ത പണമുണ്ട്, ഒരു ദുചികമാണമായ മകനും. നിന്നെപ്പോലുള്ള ദുചികനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ഗതികേട് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമുക്കെല്ലാവർക്കും സമയമുണ്ട്. ഇനി അടുത്ത ആഴ്ച കാണാം. നോക്കാം. ഈ കിണ്ടിയൊന്നും എനിക്ക് വർക്കാവുന്നില്ല. ഇവിടെ അടുത്ത് ബീച്ച് ഹൗസ് എവിടെന്നറിയാവോ? ഇല്ലളി, അറിയത്തില്ല. കോമാളി, ഇങ്ങോട്ട് വാ. പിന്നെ അതാണ്ട് ആ വീട് കണ്ടോ, യെല്ലോ സ്റ്റെയറുള്ള? അതാണ്. അത് കലക്കളിയാ. ഇടും. കൈയിടുന്നായേ. ഇതൊക്കെ എന്താ ഓണറിനെ അറിയാമെന്ന് ചോദിച്ചുകൂടായിരുന്നു? അല്ലെങ്കിൽ നമ്മളിവിടെ വന്ന കാര്യം ഇവിടെ മുഴുവൻ എഴുതി വെക്ക്. തൈര് കൊണ പറയാതെ കോമാളി. ഇത് നല്ല സെറ്റായിട്ടുള്ള ഡീലിങ്. ആ കുണ്ടി 4 ലക്ഷം രൂപയും അതിൽ ടാക്സ് കൊടുക്കണം. നീ എന്നെ കൊണ്ട് അവരാതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ആവശ്യത്തിന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. നിന്റെ പണി എന്താ? അവിടെ കിടന്ന് അലമ്പുണ്ടാക്കലും അടിയുണ്ടാക്കലും ഒക്കെ അല്ലേ? ഇങ്ങോട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ഥലം. സൈമൺ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. അങ്ങോട്ട് കയറി കോമാളി. ഭരിക്കാൻ നോക്കുന്നോ കുണ്ടി മോനെ? കിടുവണ്ടികൾ നിനക്കേതാ വേണ്ടേ? നിന്റെ സെലക്ഷൻ പണ്ടേ കിടുവാ. ഞാൻ സ്പീഡിൽ ഓടിക്കാൻ പോവാ. ഇനി സ്പീക്കറിലൂടെ സംസാരിച്ചാൽ മതി.
Oh, it's like that, nigga? നീ വാ തുറന്ന് അവരാതെ പറയത്തുള്ളൂ. പോടാ പറ്റി, ഇവരൊക്കെ ഈ കാറിയാ വിൽക്കത്തില്ല. കേട്ടിട്ട് കൈ ഒരിക്കുന്നത് എന്റെ തലയടിച്ച് കൂട്ടിച്ചിട്ട്. ഈ ദുജികുമാരെല്ലാം ഒരേപോലാണല്ലോ. ഈ ചെറ്റ എന്നെ കളിയാക്കി. എന്താടാ കോമാളിയുടെ? ഞാൻ ആരെയും കളിയാക്കിയൊന്നുമില്ല. ഇതെന്ത് കൂട്ടി? അത് പിന്നെ കുറച്ച് ജാതിപരമായിട്ടുള്ള കാര്യങ്ങൾ. 2026 ജാതി പറയുന്നോടാ നായേ. ജാതിയുടെ അണ്ടി. ഒരു ഇന്റർനാഷണൽ മൾട്ടി മില്യണറാണ്. അതെ അതെ അതെ, കറക്റ്റ് കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇവൻ ജാതി പറഞ്ഞേ ഇതുപോലത്തെ കാർ മേടിക്കാനുള്ള ഗതിയൊന്നും ഈ സൂചിക്കാനില്ല. ഒരു മിനിറ്റ്, ഈ കോമളിയെ പറ്റിയല്ലേ പറയില്ല. പിന്നെ ഹൈബ്രിഡ് വണ്ടിയോട് അതാണ് ഇനി ഫ്യൂച്ചർ, ഇതാണ് ട്രെൻഡ്. ലമാർ, നീ പറഞ്ഞ സത്യം. ഞാൻ പോവാ, പിന്നെ കാണാം. സൈമൺ ബൈ. സൈമൺ എന്തൊക്കെയുണ്ട്? വാ മോനെ വാ, ഞാൻ നോക്കിയിരിക്കുന്നു. പൊളിച്ചു. ശ്രദ്ധിച്ചു കേൾക്കും. നമ്മളിപ്പോ കുറച്ച് മാസങ്ങളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരു സർപ്രൈസ് പറയാനുണ്ട്. ഞാനത് വളരെ ഹാപ്പിയാണ് പറയാൻ. നീയാണ് ഈ മാസത്തെ എംപ്ലോയി ഓഫ് ദ മന്ത്. കൺഗ്രാചുലേഷൻസ്. ഞാനോ? വല്ല അമാറ്, നിന്റെ അമ്മാവന്റെ മോൻ, ഇവരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നതല്ലേ? എനിക്ക് കുറച്ചുകൂടെ പ്രോഗ്രസ് വേണം. ഇവിടെ നിന്നാലും ശരിയാത്തില്ല. നിന്റെ ആഗ്രഹവും പ്ലാനും എന്താന്ന് പറ. അപ്പൊ ഞാനത് നടക്കാതിരിക്കാനുള്ള വഴികളും മുടക്കും പറയാം. ഹലോ ലമോർ, എന്തൊക്കെയുണ്ട് ഇവിടെ? ഫ്രാങ്ക്ലിൻ ആണ് എംപ്ലോയർ ഓഫ് ദി മന്ത്. അപ്പൊ ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയല്ലോ. എന്റെ പേര് വേണം പോസ്റ്റർ ഫ്ലെക്സി വരാൻ. അടിയുണ്ടാക്കാതെ ഇന്നൊരു പണി വന്നിട്ടുണ്ട്. ഒരു ചെറുക്കൻ നമ്മളിവിടെ ഒരു ബൈക്ക് മേടിച്ചിട്ട് പൈസ തന്നിട്ടില്ല. നിങ്ങളത് പോയി തിരിച്ചെടുക്കണം. വാടാ എംപ്ലോയർ ഓഫ് ദ മന്ത് ദുജിക. Man, step up, nigga. Of course this dude real. എന്താടാ മക്കളെ ഇവിടെ? ഇതാണ് ഇവിടെ. ഒലടായി കോമാളികളെ. Hey, we going down, homie. He gonna pin us. ഫ്രാങ്ക്ലിൻ മാമന്റെ പറയാ ശേഖരൻ. ഇന്നെന്താ എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞു. ജെയിംസ് ഡി സാന്ത. ഒരു ചെറുക്കൻ പേയ്മെന്റ് തരുന്നില്ല വണ്ടിയുടെ. ചിലപ്പോൾ അവൻ കാറിന് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവന്റെ നമുക്ക് പലിശ അടക്കം മേടിക്കണം. പോയതിങ്ങ് എടുക്ക്. ഹാംസ്റ്റഡിലാണ് അവന്റെ വീട്. സാധനം ഒരു SUV ആണ്. 9mm സെമി ഓട്ടോമാറ്റിക് പിസ്റ്റലാണ് നിന്റെ തലയൊട്ടിയുടെ പുറകിൽ. വണ്ടി എടുക്കടാ നായേ. വണ്ടി ആ ഡീലർഷിപ്പിലോട്ട് ഇടിച്ചു കയറ്റടാ പരട്ട പറിത്തലയാ. എന്താണ് കോമാളികളെ കാണിക്കുന്നത്? മിസ്റ്റർ സൈമൺ, ഓടുതൈര് ഇതും കൊണ്ട് തച്ചോളി. നിന്റെ മൂക്കിടിച്ച് ഞാൻ പൊട്ടിക്കും. ഇവനാരുടെ? എന്ത് വേണം? അന്നൊരു ബിയർ അടിക്കുന്ന കാര്യം പറഞ്ഞല്ലേ, അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. അത് ഞാൻ ചുമ്മാ പറഞ്ഞേ. എന്തായാലും വന്നില്ലേ, ഇവിടെ നീ ഇവിടെ മൂട്ടിക്കുവോ? ഞാൻ മൂട്ടിക്കാൻ വന്നതല്ലെന്ന്, വണ്ടി തിരിച്ചെടുക്കാൻ വന്നതാണ്. അതെന്തേലും ആട്ട്, നമുക്കത് വിഷയമല്ല. എനിക്കെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വന്നതാ. ഇവിടെ കിടിലനായിട്ട് അടിച്ചുകൂടി ജീവിക്കല്ലേ. ഞാൻ ഫീൽഡ് ഔട്ടായി. ഓനെ, ഞാനൊരു ഉപദേശം തരാം. ഈ ഗ്യാങ്സ്റ്ററായി കഴിഞ്ഞാൽ ഒന്നുകിൽ ചിലപ്പോ നീ രക്ഷപ്പെടും, കൂടെയുള്ള എല്ലാവർക്കും പണി കിട്ടും. എന്തായാലും നമുക്കൊരു ബിയർ മേടിക്കാം. നീ വന്നതല്ലേ? എവിടെ ആ പോകുന്ന? എന്റെ ബോട്ടാ, അതിന്റെ പുറകെ വിടുക. വിടടാ കോമാളി. വണ്ടിയിലോട്ട് ചാട്ടറാ തൈര. ഞാൻ വീട്ടിലോട്ട് പോവാ. ഓക്കെ മാൻ, ഫ്രണ്ടിൽ കയറ്. ഞാൻ ഈ കാർ കൊണ്ട് റെഡിയാക്കിയിട്ട് വീട്ടിൽ കൊടുക്കുക. ഓക്കെ മോനെ. പിന്നെ ഒരു കാര്യം പറയണ്ട, ഇന്ന് നീ പൊളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാ. കുറെ സംസാരിക്കാനുണ്ട്. ഓക്കെ? നിന്റെ ആന്റിയാണോ അത്? കുറെ നാല് ശല്യമില്ലായിരുന്നു, ഇപ്പൊ വന്നിട്ടുണ്ട്. ഇതിന്റെ ആന്റിയെ പറ്റി ആരാണൊന്നും പറയാതെ മോശമാണ്. അത് വിടുവാ, അവിടെ വരെ പോകാനുണ്ട്. എവിടാ? ഒരു ഡീലിങ് നടക്കുന്നുണ്ട്, ഒരു സാധനം പോയി എടുക്കണം.
കാറ് വേണ്ടേ? ആ സൈഡ് വരെ പോകാൻ കാറാ കിടുവാ കോമാളി. മോളൂസേ, ഇത് കൂടിയ സാധനമാണ്. ഇതെങ്ങനെ നിസ്സാര വിലയ്ക്കൊന്നും കിട്ടത്തില്ല. എന്താണ് ഇവിടെ ഡീലിംഗ് ആണാ? ആ പോടാ തിരുകുണ്ടി. ഞാൻ ഒരു തുരി നിനക്കൊന്നും തരാൻ പോകും. ഇവനൊക്കെ ഓതല്ലേ ഏതാടാ കോമാളികളെ? ഈ കോമാളികൾക്കെതിരെ ഇവിടെ പോലീസൊന്നും ഇല്ലേ? ആ മോനെ കിളിക്കല്ലേ. ഹോ, തൈര് തല പോയല്ലേ. എടുക്കടാ വണ്ടി. കിട്ടിയടാ ചകിരിത്തല. അതിന്റെ ഇതിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നോ? ചോപ്പേ, അവന്റെ ചുക്കാവടി കണ്ടിച്ചിട്ട് വാ. അയ്യോ, പട്ടി കടിക്കാൻ വരുന്നേ. നിന്നെ ഇന്ന് വന്ധീകരിക്കും. ഞാൻ റോക്കി ബായ് തന്നെ. ഇവിടെ എന്താ 2 പാറ്റ് തൈര്? ആ നായ്ക്ക് മണിക്കൂറിൽ 150 കൊടുക്കുന്ന എന്റെ ഭാര്യ മുക്കാനാണോ? തൈര് ഈ കോമാളി ഇപ്പോഴേ വരത്തില്ലെന്നാണല്ലോ പറഞ്ഞേ. തൂക്കി ഇന്ന് നിന്റെ ശവോടക്ക് ഞാൻ അറേഞ്ച് ചെയ്യോടാ. ഓ തൈര് കണ്ടോ അവിടെ? ഇന്ന് അവന്റെ പറയാൻ വിട്ടു. ഡേയ്, അവനെ പിടി. ജട്ടിട്ടൊരു കോമാളി ഇറങ്ങി ഓടിയിട്ടുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? ടെപ്പു സുൽത്താന്റെ കള്ളവെടി. ഈ വരുന്നു അവന്റെ വറിവെട്ടാൻ. ഇതാ കോമാളിയുടെ വീടാ. വലിച്ചു പറിച്ച് താഴെയിടത്. ശരിക്ക് ചവിട്ടി വിടുകയും മാറേ. ഹേയ് തിരുട്ട് കോമാളി, ഞാൻ ആരാണെന്നറിയാം. അവിടെ തേങ്ങാത്തലയാ. നിനക്കൊക്കെ എന്നെ മനസ്സിലായോ? ശ്രദ്ധിച്ചു നോക്ക്. നീയൊക്കെ ആരാണെന്നും എവിടെയാണ് ജീവിക്കുന്നതെന്നും എനിക്കറിയാം. നീ ഏതാ? ഞാൻ ഫ്രാങ്ക്ലിൻ. ലൈസൻസ് കാണിക്ക്. ഓക്കെ ഫ്രാങ്ക്ലിൻ, ഈ മന്ദബുദ്ധിയോട് ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ. മാർട്ടിൻ മഡ്രസോ ആണോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അത് ഞാൻ തന്നെ. ഇനി പറഞ്ഞു കൊടുക്കുകയും വിവരമില്ലാത്ത കഴുതയ്ക്ക്. മിസ്റ്റർ മഡ്രാസോ, പുള്ളി ഒരു നല്ല ബിസിനസ്മാനാണ്. പുള്ളിയെ ഈയിടെ പോലീസ് തെറ്റിദ്ധരിച്ച് ഗ്യാങ് വാറ് ട്രാഫിക്കിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പൊക്കിയായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം ഓക്കെ ആയി. വിറ്റ്നസിനെ കാണാനില്ല. അത് വിളിച്ചു പോലെ. അപ്പോൾ മൈക്കിൾ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇങ്ങോട്ട് വന്നേ. എന്തുവാണ് നീ പൊളിച്ചു കളഞ്ഞത് അവിടെ വന്നിട്ട്? പട്ടി ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കി ബിൽഡ് ചെയ്ത ഹൗസാണെന്നറിയാമോ? അതിൻ്റെ ഓണർ എൻ്റെ ഭാര്യ അമുക്കാൻ നോക്കി വീട്ടിൽ കയറി. ഒരു ടെന്നീസ് കോച്ചിന് താമസിക്കുന്ന വീടാണോ അത്? കണ്ടിട്ട് മനസ്സിലിടാം പൊട്ടാരം അപ്പോഴത്തെ ദേഷ്യത്തിന്. ഓക്കെ നറ്റാനിയ, ഇവൾക്ക് പുതിയൊരു ഹോട്ടൽ വേണം. നീ അത് ചിലവ് മുടക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഏകദേശം ഒരു 5 മില്യൺ അടുത്ത്, അല്ല 2.5 മില്യൺ അടുത്ത് വരും. ഇത്ര ഉള്ളോ? ഓക്കെ, അപ്പം ശരി. പട്ടി. ഓ, അണ്ടർവെയർ വരെ വിൽക്കേണ്ടി വരും കേട്ടോ. എല്ലാം ജപ്തി ചെയ്യാൻ. ഞാൻ്റെ ഒരു കൂട്ടുകാരനെ വിളിക്കട്ടെ. അപ്പം ശരി, കാണാം. ആരാ ഇത്? ആരാന്ന് ചോദിക്കുന്നേ? ഓ, തൈര് ഈ വാണാണോ വിളിച്ചത്? മൈക്കിളെ, ശബ്ദം കേട്ടിട്ട് അത്ര പോരല്ലോ. എന്താണ് ഇപ്പം വിളിക്കാൻ തോന്നിയത്? ഞാൻ ലോസ് ആന്തോസിലുണ്ട്, നിൻ്റെ അടുത്തൊക്കെ തന്നെ. അത് നിനക്കെങ്ങനെ അറിയാം? അപ്പോൾ നിനക്കെൻ്റെ ഹെൽപ്പ് വേണം. എങ്ങനെ മനസ്സിലായി? അതല്ലേ നീ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ നീ എന്തിനു വരണം? ലെസ്റ്റർ, ഞാനൊരു നല്ല സുഹൃത്തായിരുന്നില്ല. ഇനിയിപ്പം ഞാൻ എന്ത് പണി പറഞ്ഞാലും ചെയ്യേണ്ട ഒരവസ്ഥയിലാണെന്ന് മനസ്സിലായി. അത് പിന്നെ സോറി, പറഞ്ഞ മാറിപ്പോയി. അതായത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരാനുണ്ട്. ഇപ്പോൾ ഉള്ളതൊരു കിടിലം പണിയാണ്. അതും നല്ല പൊളിപ്പണി. ഇതെന്ത് കിട്ടി? എടോ, ഞാൻ വെബ് ഡിസൈനറൊന്നുമല്ല, ഞാൻ ബാങ്ക് മോഷ്ടാവാ. ആദ്യം നീ ഇത് ചെയ്യും, ഞാൻ നല്ലൊരു മോഷണം അറേഞ്ച് ചെയ്ത് തരാം.
ഓ പൊണ്ടാര, ഈ കമ്പ്യൂട്ടറിനകത്ത് എന്തൊക്കെയുണ്ടോ നോക്കട്ടെ. തൈര് ഇത് ഫുള്ള് കജകജയാണല്ലോ. വൃത്തികെട്ടവന്മാർ ഇതൊക്കെ ഓപ്പൺ ആയിട്ടിട്ടിരിക്കുക. എല്ലാം പഠിക്കും പോടാ നായെ. മുമ്പിന്ന് മാറിയ കൂട്ടി മോനെ. 24 മണിക്കൂറും തൊലിച്ചോണ്ടിരിക്കുക. ഡോടോ പോയല്ല ടോമാഞ്ചറി കണ്ടോണ്ടിരിക്കണോ ഹെലിപ്പെടുത്താതെ. അവൻ്റെ ഒരു ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഓ ഈ കാലം കഴിവേറി എന്തോ ഇതായി നശിപ്പിച്ചല്ലോടാ കോമാളി നീ. 25 വയസ്സായിട്ട് വാണക്കളിയും കളിച്ചുകൊണ്ടിരിക്കുക ദുജികൻ. നിന്നെ കൊണ്ട് എന്തോത്തിന് കൊള്ളാടാ നായെ. നിനക്കെന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ? ഇവിടെ ഫുൾ ടൈം തിന്നു തൂറിയിരിക്കുകയാണ്. ഓ ഇതുപോലൊരു നിർഗുണ പഴന്തീനിയാണല്ലോ മോനായിട്ട് കിട്ടിയത്. കോപ്പ് തൊലിച്ച് ഞാൻ പോവാ അന്തേ. അവിടെ നിൽക്കുക. ഞാൻ നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനാണ് നോക്കിയത്. റൂമിൽ കയറി വന്ന് പരാതം കാണിച്ചിട്ടാണോ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ ഒന്നിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എത്ര കാലമായി. നമുക്കൊന്ന് നടക്കാൻ പോവാം, അല്ലെങ്കിൽ ഒന്ന് സൈക്കിൾ ഓട്ടാൻ പോവാം. സൈക്കിൾ ഓട്ടാനേ? ആ തൊലിച്ച് എന്നാ വാ ചവിട്ടാൻ പോവാം. വാദന്തേ എന്നെ തോപ്പിച്ചില്ലേ നീ ഇന്ന് എനിക്ക് പുതിയ TV മേടിച്ചു തരണം. മരപ്പാഴൻ ഇവിടെ ഒരു കഴിവില്ലല്ലോ ദൈവമേ. മണ്ട, നീ ഇനി സ്വന്തം TV മേടിക്കും. കൊള്ളാം തന്തേ കൊള്ളാം. ചുമ്മാ തമാശ. ഞാൻ മാക്സിമം സ്പീഡിലാണ് സൈക്കിൾ കൊട്ടിയത്. തനിക്ക് ഇതിൻ്റെ ഇതറിയത്തില്ല. ട്രേസി കാണിക്കുന്ന അപരാധങ്ങൾക്കൊന്നും എന്താണോ താനൊന്നും പറയാത്തത്? അതിന് അവൾ ലക്ഷക്കണക്കിന് രൂപയുടെ കാറും യാച്ചും കോപ്പൊന്നും മേടിക്കുമെന്നല്ലല്ലോ. അതെ അവൾ ഭയങ്കര ബിസിയാണ്. എടോ അവൾക്ക് ഗജഗജയാണ് പരിപാടി. പെങ്ങളെ പറ്റി അപരാധം പറഞ്ഞുണ്ടാക്കുന്നോടോ. എടോ താൻ അവളുടെ ഇൻസ്റ്റ എടുത്ത് നോക്ക്. നാട്ടിലെ വെടിവീരന്മാർ പിടിച്ചമുക്കുന്നത്. നീ എന്തോ ഈ പറഞ്ഞു വരുന്നത്? ഓ താൻ ആ ബോട്ടിൽ പോയി നോക്ക്. അവിടെ അമുക്കൽ കിടക്കുക. പെട്ടെന്നില്ലേ? ഓ ഈ ബോട്ടോ? കടയടി മോനെ, നീ ഒരു ബ്രേസർ തയ്പ്പിച്ച് വെച്ചോ, ഞാൻ തിരിച്ചു വരുക. ഡോ തന്തേ, നീ വിചാരിക്കുന്ന പോലെയല്ല ഇവിടെ. സീനാക്കാതെ പോടാ. എടീ ഇവന്മാരിവിടെ കജകജ വീഡിയോ ഷൂട്ട് ചെയ്യുക. കഴിഞ്ഞ ആഴ്ച അമ്മ ഇവന്മാർക്ക് വീട് റെന്റിന് കൊടുത്തിരുന്നു. എന്നത്? ഓ തൈര്. ഇവിടുന്ന് പെട്ടെന്ന് പോണം. ഇങ്ങോട്ട് പോവാ. വഴിന്ന് മാറിക്കടാ. വെള്ളത്തിൽ പോടാ മുക്കൽ വീര. ഞാനതിലൊന്നും അഭിനയിക്കില്ല. ഇവന്മാർ നീ വിചാരിക്കുന്ന പോലെയല്ല. ഓ തന്തയില്ലാത്തവൻ ബോട്ടിൽ കയറി ഉണ്ടായിസം കാണിക്കുന്നു. മൂത്ത കുളമാക്കിയല്ലോ. ആ കോമാളിയെ വെടിവെക്ക്. എന്ത് തോന്നിവാസം ഇവിടെ കിടക്കുന്നേ? ഫ്രാങ്ക്, ഇത് പുതിയ ഐറ്റമാണ്. ഇറങ്ങിപ്പോടാ. തള്ള ഇതെന്റെ വീട്. അതിന്റെ പകുതി റെന്റ് ഞാൻ കൊടുക്കുന്ന. ഹേയ് മാൻ. ഇനി കൊമാരെ സഹിക്കണമെന്ന നേരാ വന്നെന്ന് നോക്കിയേ. എന്തൊക്കെയുണ്ട് കൊമാളി? എടോ ഉച്ചി മര്യാദ കാണിക്കണോ. ഈ വഴി കിടക്കുന്ന പിച്ചക്കാരൻ അങ്കിൾമാരെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? ഓ നീ ഇപ്പം നല്ല നിലയിലെത്തിയല്ലോ. കണ്ടി ഞാൻ അത്യാവശ്യം നല്ല നിലയിൽ തന്നെ ജീവിക്കുന്നേ. നീ പിള്ളേരെ ഒന്നും കണ്ടിട്ടില്ല മക്കളെ. അത് നല്ല സ്റ്റീലുണ്ടേ ഉള്ളവന്മാരെ. ലമാർ, നീ ഈ കോമാളിയുടെ കൂടത്തിന് എപ്പോഴും നടക്കുന്നത്. നീ എന്റെ കൂടെ വാ. ഈ ദുജിക്കന്മാർ ഒരുമിച്ച് പോത്തില്ലല്ലോ. നീ വർഷങ്ങളായിട്ട് ഈ കിണ്ടിയും കൊണ്ട് നടക്കുമല്ലേ. ഫ്രാങ്ക്ലിൻ, നമുക്കൊരിടം വരെ പോകണ്ട. നമുക്ക് കുറച്ച് തോക്ക് വാങ്ങണം. എന്തിന്? ബിസിനസ് മാൻ, ബിസിനസ്. ഇഷ്ടമുള്ള തോക്കെടുത്ത് മോടി. ഈ സ്ഥലം ഇങ്ങനെ കണ്ടുപിടിച്ചു. നമ്മുടെ ഒരു പയ്യൻ സെറ്റ് ചെയ്തത്. ഇവിടാണെങ്കിൽ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. ഡീലിങ് നടത്താൻ പറ്റിയ സ്ഥലമാണ്. എടേ നമ്മളൊക്കെ ഓപ്പണായിട്ട് ഡീലിങ് നടത്തുന്ന ആളാണ്. ഹേയ് കോമാളികളെ, ഞങ്ങളുടെ ഈ സാധനമുണ്ട്. ഡീല് കൊടുങ്ങ്. ലമാർ ഡേവിസ് പറവനെ. എല്ലാം സെറ്റല്ലേ? ഇതെന്താ ഇവനെ കിഡ്നാപ്പ് ചെയ്യാനല്ലേ നമ്മൾ വന്നേ? അതെ, നിന്നെയൊക്കെ പണി തരാനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്ത് തൈര്? എന്തുവാടാ വിളിയിൽ?
വളരെ CCTV ഓൺ ചെയ്യും. ഇപ്പോൾ പോലീസാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത് ആ ബാലാസ് തന്തയില്ലാത്തവന്മാരാ. ഏടാ ഇത് പെടുത്തിയതാ വള്ള കാട്ട് കഴിവറി എല്ലാത്തിൻ്റെയും കുണ്ടി വെടി വെച്ച് പൊട്ടിക്കേ. Boys, find cover. East side, nigga. That fucking D set us up. Now. Well, what the fuck? Man, you got beat with an ugly. ഇതെന്ത് സ്ഥലമാണോ ഇത്? എനിക്കൊരു സീക്രട്ടായിട്ടുള്ള സ്ഥലം വേണമായിരുന്നു. അതും ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കട്ട. അതെ, ഇനിയും പറയുന്നതേക്ക് നിങ്ങളുടെയിലും തോള്ളേ യൂണിയൻ ഡെപ്പോസിറ്ററി അത് ഹിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. നോക്ക്, കുറച്ച് മെക്സിക്കൻ കോമാളികൾക്ക് ഞാൻ കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. ഇവിടെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. മാർട്ടിൻ മുഡ്രസും അവനാളിച്ചിരി വിഷയമാണ്. ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പം ഇതിൽ തീരുന്നില്ലായിരുന്നു. അപ്പോൾ എന്ത് തോന്നുന്നു, ഒന്നുകിലൊരു ബാങ്ക് പോയി മോഷ്ടിക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റോർ, ഏതാ വേണ്ടേ? എനിക്ക് തോന്നുന്നു സ്റ്റോറായിരിക്കും എളുപ്പം. പക്ഷെ അത് വലിയ ലാഭം വേണം. ആദ്യമേ ഒരു എൻഗേജ്മെൻറ്റ് റിങ് മേടിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് ആൾക്കാരെ ഒപ്പിക്കണം. പഴയ ആൾക്കാരവിടെ അവന്മാരൊന്നും ഇപ്പോൾ ഇല്ല. മോസസ് എല്ലാം നിർത്തി ദൈവത്തിൻ്റെ വഴിക്ക് പോയി. ഐറിഷ് കഴപ്പന്മാർ അവന്മാരും ഇപ്പോൾ ഇല്ല. പിന്നെ ഒരു ഈസ്റ്റേൺ യൂറോപ്യൻ ലിബർട്ടി സിറ്റി കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അവനും ഇല്ല. ഇതെന്ത് സ്ഥലമാണോ ഇത്? എനിക്കൊരു സീക്രട്ടായിട്ടുള്ള സ്ഥലം വേണമായിരുന്നു. അതും ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കട്ട. അതെ, ഇനിയും പറയുന്നതേക്ക് നിങ്ങളുടെയിലും തോള്ളേ യൂണിയൻ ഡെപ്പോസിറ്ററി അത് ഹിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. നോക്ക്, കുറച്ച് മെക്സിക്കൻ കോമാളികൾക്ക് ഞാൻ കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. ഇവിടെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. മാർട്ടിൻ മുഡ്രസും അവനാളിച്ചിരി വിഷയമാണ്. ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പം ഇതിൽ തീരുന്നില്ലായിരുന്നു. അപ്പോൾ എന്ത് തോന്നുന്നു, ഒന്നുകിലൊരു ബാങ്ക് പോയി മോഷ്ടിക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റോർ, ഏതാ വേണ്ടേ? എനിക്ക് തോന്നുന്നു സ്റ്റോറായിരിക്കും എളുപ്പം. പക്ഷെ അത് വലിയ ലാഭം വേണം. ആദ്യമേ ഒരു എൻഗേജ്മെൻറ്റ് റിങ് മേടിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് ആൾക്കാരെ ഒപ്പിക്കണം. പഴയ ആൾക്കാരവിടെ അവന്മാരൊന്നും ഇപ്പോൾ ഇല്ല. മോസസ് എല്ലാം നിർത്തി ദൈവത്തിൻ്റെ വഴിക്ക് പോയി. ഐറിഷ് കഴപ്പന്മാർ അവന്മാരും ഇപ്പോൾ ഇല്ല. പിന്നെ ഒരു ഈസ്റ്റേൺ യൂറോപ്യൻ ലിബർട്ടി സിറ്റി കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അവനും ഇല്ല. ഇനി അലാമിലോട്ട് സൂം ചെയ്യൂ. ഇനി സെക്യൂരിറ്റി ക്യാമറയിലോട്ട് സൂം ചെയ്യൂ. അത് കഴിഞ്ഞ് വെന്റിലേഷനിലേക്ക്. ഇനി നേരെ പോയി അസിസ്റ്റന്റുമായിട്ട് ചാറ്റ് ചെയ്യും. അതെ, എന്റെ ഫയറിക്ക് വേണ്ടിയിട്ടൊരു കിടിലൻ സ്പെഷ്യൽ റിങ് സെലക്ട് ചെയ്യാനാണ് ഞാനിവിടെ വന്നത്. സർ, എന്താണ് വേണ്ടത്? ഭാര്യയെ പറ്റി പറയൂ. വിലക്കുറവ്. ഇവിടെ ഉള്ളതൊന്നും വലിയ രസമില്ലല്ലോ കാണാൻ. ഞാൻ ടോപ്പ് ക്വാളിറ്റി ജുവൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ചുറ്റിനും നോക്കട്ടെ, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരാം. എങ്ങോട്ടും പോകരുത് കേട്ടോ. ഇനി അലാമിലോട്ട് സൂം ചെയ്യൂ. ഇനി സെക്യൂരിറ്റി ക്യാമറയിലോട്ട് സൂം ചെയ്യൂ. അത് കഴിഞ്ഞ് വെന്റിലേഷനിലേക്ക്. ഇനി നേരെ പോയി അസിസ്റ്റന്റുമായിട്ട് ചാറ്റ് ചെയ്യും. അതെ, എന്റെ ഫയറിക്ക് വേണ്ടിയിട്ടൊരു കിടിലൻ സ്പെഷ്യൽ റിങ് സെലക്ട് ചെയ്യാനാണ് ഞാനിവിടെ വന്നത്. സർ, എന്താണ് വേണ്ടത്? ഭാര്യയെ പറ്റി പറയൂ. വിലക്കുറവ്. ഇവിടെ ഉള്ളതൊന്നും വലിയ രസമില്ലല്ലോ കാണാൻ. ഞാൻ ടോപ്പ് ക്വാളിറ്റി ജുവൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ചുറ്റിനും നോക്കട്ടെ, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരാം. എങ്ങോട്ടും പോകരുത് കേട്ടോ. ഹലോ, ഹായ്. ഇവിടെ ഇരിക്കുകയാണോ? എന്തോ രാവിലെ അടിക്കുന്നേ. അപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? സ്മൂത്താണോ? അതെ, നമ്മളത് ഡീൽ ചെയ്തു. അതെ, എല്ലാം സ്മൂത്തായി. എന്നാ അടിയേ. എസ്റ്റർ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധനം കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ഒരുത്തനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെ, നമുക്ക് ഇനി കുറച്ച് പൈസ മാത്രമേ ബാക്കി ചിലവാക്കാൻ കാണത്തുള്ളൂ. ആ മെക്സിക്കൻ നായിക്ക് അത് കൊടുക്കണമാ. അപ്പോൾ അതിൻ്റെ ബാക്കിയൊന്നും ഇല്ലേ? കാണുമായിരിക്കും.
ഡേ മൈക്കിൾ, നിന്റെ ഫയലിനെ പറ്റി ആർക്കും അറിയാം? ഡായി കുറേ കാലമല്ലോ കണ്ടിട്ട്. ട്രെവറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആ കോമാളി നീ ജീവനോടുണ്ടെന്നറിഞ്ഞാൽ നീ തീർന്നടാ. നായി നീ തീർന്നു. ട്രെവറിനെ പറ്റി ആലോചിച്ച് തലമുണ്ടാക്കണ്ട. ആ അതിനെ പറ്റി അതിലെനിക്കൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അല്ല, നീ എന്തോ പറഞ്ഞു വരുന്നത്? ടി വി എടുത്ത് നോക്കുമ്പോണ്ടേ ക്രിമിനൽസ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വർത്തായിട്ടുള്ള സാധനം കൊണ്ട് മുങ്ങിയിരിക്കുകയാണ്. ഞാൻ ബൈക്ക് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ഒരു തടിയൻ വന്ന് തള്ളിയിട്ടിട്ട് പറഞ്ഞു, നീ ജീവിതത്തിൽ ഒരുപാട് കഴപ്പത്തരങ്ങൾ കാണുന്നുണ്ട്, ഇതതിലൊന്നാന്ന് വിചാരിച്ചാൽ മതിയത്. ഇനി ഈ കോമാളികളെ തീർക്കാം. ആഷ്ലിയെ കണ്ടായിരുന്നോ? ജോണി തപ്പുന്നുണ്ടായിരുന്നു. ആഹാ, ഞാനിപ്പോൾ കണ്ടായിരുന്നു അവിടെ വെച്ച്. നീ അവളുടെ പുറകെ നടക്കുന്നത് ജോണിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഓ, ഞാനിപ്പോൾ ജോണിയെ കണ്ടതേ ഉള്ളൂ. അവൻ്റെ തലച്ചോറ് ഷൂവിൻ്റെ അടിയിൽ. ഓടിക്കോടാ, ഭ്രാന്തൻ അവൻ്റെ തല ചവിട്ടി പൊട്ടിച്ചെന്ന് തോന്നുന്നു. Step right up! Shoot him! What the ഇനി ഇവിടുത്തെ ഡീലിംഗ് എല്ലാം ട്രെവർ എൻ്റർപ്രൈസിൻ്റെ അണ്ടറിലായിരിക്കും നടക്കുന്നത്. ഞാനായിരിക്കും ഇനി ഇവിടെ ഭരിക്കാൻ പോകുന്നത്. നീ ഇവിടെ ബാനാണ്. അപ്പോ ഈ കോമാളികളോ? തല്ലി ജയിക്കുന്നവൻ ബാനാകും. ഇങ്ങോട്ട് വാടാ രുചിക്ക. അല്ല നീ വാ. ഫയൽ വാൻ ജയിച്ച ടൂട്ടു ബാൻ ചെയ്തള്ള ഇവിടെ ഒരെണ്ണം ഒഴിക്കുക. ഇനി ഇവിടെ ഡെഡി ബോഡി വീണാൽ നിന്നെ ബാൻ ചെയ്യും. ഹേയ് ട്രെവർ, മിസ്റ്റർ ഫിലിപ്സ്, ഞാൻ ഒരു ബിസിനസ് ഡീലിന് വേണ്ടി വന്നതാണ്. മിസ്റ്റർ ചാങ് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. ഇതാണ് മിസ്റ്റർ ചാങ്. രാത്രിയാ പകലാ വയറ്റിളക്ക് വിഷമക്കൊണ്ട ഈ കോമാളി എന്തായി കാണിക്കുന്നേ? മക്കളെ ഇങ്ങോട്ട് നോക്ക്. ട്രെവർ എന്റർപ്രൈസും ഞങ്ങളുമായിട്ട് ഒരു കൊളാബറേഷന് താല്പര്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്. നമുക്കൊരു വലിയ ഡീല് സംസാരിക്കാനുണ്ട്. ഓ, ഇത് രുചിക്കരെ കൊണ്ട് വലിയ ശല്യമായിട്ടോ ദൈവമേ. വാ, നമുക്ക് മീറ്റിംഗ് പ്ലേസിലേക്ക് പോവാം. ഇവർ നമ്മുടെ VIP അതിഥികളാണ്. ശ്രദ്ധിച്ചു നോക്കൂ. കണ്ടതിൽ വളരെ സന്തോഷം. ട്രെവർ, ഒരു സീനുണ്ട്. കുറേമാർ വരുന്നുണ്ട്. ഓ, പണ്ടാരം വരുമ്പോ എല്ലാം കൂടെ വരും. അതെ, ഇവന്മാരെ സേഫ് ആക്കണമല്ലോ. ഇങ്ങോട്ട് വന്നേ. രണ്ടും ഇതിനകത്ത് കയറിയിരിക്കും പരിപാടി കഴിയുന്നവരെ. കോമാളി ഇങ്ങോട്ട് വന്നേ. അകത്ത് ഭൂതങ്ങളുണ്ട്. ഇതുപോലെ കോമാളികള്. വാ, നമുക്ക് പണി തുടങ്ങാം. What is that, a little spring clean? They really want you dead? Move, it's gonna blow! ദൈവമേ, ആവശ്യത്തിനായി കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. ശരി ട്രെവർ, ആ നാറികൾ ഇവിടെ മുഴുവൻ വന്ന് നശിപ്പിക്കും. ഭാഗത്ത് കയറി നോക്ക്. അവന്മാരാ ബൈക്കേഴ്സ് പട്ടികൾ. നീ ആ ജോണിക്കയെ തട്ടിയതിന് ശേഷം എൻ്റെ സ്റ്റഫ് മുഴുവൻ ഡാമേജ് ചെയ്തല്ലേ. നോക്ക്, എനിക്ക് 5ാം ക്ലാസ്സിലെ തവളച്ചാട്ടത്തിന് കിട്ടിയത് തൈര്. അത് നശിപ്പിച്ച പട്ടികൾ. അവിടെ നിൽക്കടാ കോമാളി. എടാ നിർഗുണം പരമാണവേ, നീ എന്താ ഇവിടെ? ലോസ് ആൻഡോസ് വലിയ സിറ്റിയാണ്. ഇവിടെ ആരെയും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഈ വെറും മാണമാണ്ടാ നിർഗുണ. ആ റോബറി നടത്തി ആരാന്ന് കണ്ടുപിടിക്കുക. മൈക്കിളെങ്ങാണ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിന്റെ കസിനെ ഞാൻ തീർക്കും. ഞാൻ പറഞ്ഞൊക്കെ ക്ലിയറല്ലേ? ആ മുടുക്കൻ, താങ്ക് യു. ഇനിയൊന്ന് തൊലിച്ചേ. അത് കൊള്ളാം, മുടുക്കൻ. ഓർഡർ പട്ടി. എൻ്റെ ട്രോഫി ആ ചട്ടകൾ നശിപ്പിച്ചത് തൈര്. ആമുനേഷനിൽ പോയി കുറച്ച് തോക്ക് മേടിക്കാം. ഹേയ് ചാങ്, വെളിയിലോട്ട് വാ. കുറച്ച് ഡീലിങ്ങിനെ പറ്റി സംസാരിക്കാനുണ്ട്. സുഹൃത്തുക്കളെ, ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഓർഗനൈസേഷന് എത്ര വലിയ സീനും ഡീൽ ചെയ്യാനുള്ള കഴിവുണ്ട്. ഞാനത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നാണല്ലോ. സോറി ട്രെവർ, ഞങ്ങൾക്കിപ്പോൾ ഒരു വ്യത്യാസം. അതായത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ്
നോക്കണം. ഞങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ ടീമുമായിട്ട് കൊളാബ് ചെയ്യാനാണ് ആഗ്രഹം. എടാ നായ്ക്കള, ഇതെൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ വർക്കാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് എനിക്കിത് വലിയ ഡ്രീമായിരുന്നു. എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് ഡീൽ ചെയ്യുന്നവനാവണം, ആയുധ കച്ചവടം, ഇതൊക്കെ. ഞാനിപ്പോൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. വളരെ സോറി ട്രെവർ. സോറി, അമ്മാറ കൊണച്ച സോറി. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? പറയണ കങ്കാരൂവിനുണ്ടായ പട്ടികളെ, ഒനീൽ ബ്രദേഴ്സ്, ആ കോമാളികളൊന്ന് കാണാം. എല്ലാത്തിനെയും ഞാൻ കത്തിക്കും. ഒളിക്കവൻ്റെ തല. ആരവട്ടം ട്രെവറിനോട് ഞാൻ പോയി സംസാരിച്ചിരുന്നു. ആ നായിൻ്റെ മോൻ ഇങ്ങോട്ട് കെട്ടെടുത്ത് വരുന്നുണ്ട്. ലാബിന് ചുറ്റും എല്ലാവരും പോയി നിൽക്കുക, അവൻ തകർക്കും. നമ്മൾ നിർത്തിയിരിക്കുന്ന ആ കോമാളികളുടെ ഇടയിൽ കൂടെ അവൻ വരത്തില്ല. എന്നാലും എനിക്ക് ആ ചൈനീസ് സാധനങ്ങളെ ഒന്ന് പോയി വെയിറ്റ് ചെയ്യണം. I'm gonna burn off. കയറി വാടാ നരകനായി. അയ്യോ, ഒളിച്ചിരിക്കുന്നു, കാണത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം എന്തുവായി? ട്രെവർ, ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കയറി വരൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. വരൂ, കയറി വാ. അവിടെ കിടക്കും പരട്ട കോമാളി. 2 മൈക്കിളാണ് ലോസ് ആൻഡോസിൽ ഇപ്പോൾ താമസിക്കുന്നത്. ഒരുത്തൻ 83 വയസ്സുണ്ട്, ഒന്നൊരു കൊച്ചെറുക്കൻ. ആ ചെറുക്കനെ പറ്റി അന്വേഷിക്കാൻ വിളിച്ച് അവർ പിള്ളേരെ തട്ടിക്കൊണ്ടുപോകുന്ന കിഡ്നി തട്ടിപ്പുകാരെന്നും പറഞ്ഞ് എന്നെ തെറി പറഞ്ഞു. ഒരു മൈക്കിൾ ഡി സാൻഡയെ പറ്റി വിവരം കിട്ടിയിട്ടുണ്ട്. വൈഫിൻ്റെ പേരെന്താ അവൻ്റെ? അമാൻഡ. അമാൻഡയോ? അതിരടി മോനെ, അതിരടി. വാ, കയറി വാ. നീ മിടുക്കൻ തന്നെ. അവിടെ കട. കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മേലാൽ പറയരുത്. റോൺ, വരൂ, നമുക്ക് ലോസ് ആൻഡോസിലോട്ട് പോകാം. നമ്മളോ? നീ വരണ്ട. നീ ഇവിടെ ട്രെവർ എൻ്റർപ്രൈസിൻ്റെ CEO ആയിട്ട് നിൽക്കണം, ഓക്കെ? പണ്ടാര ഇവിടെ വെച്ചിരുന്ന മഞ്ഞലൈസ് സ്റ്റിങ് എന്തിയേ? കോപ്പ് കാണുന്നില്ലല്ലോ. ഇതെന്തുവാ? ഹായ് തന്തേ, എന്തുവാടാ ഇത് നായേ? എന്റെ വീട്ടിൽ അപരാധം കൊണ്ടുപോകുന്നോ? മിണ്ടാതിരി പട്ടികളെ, എന്റെ യോക്കൊളമാകുന്നു. ആരാണ് ഇവിടെ യോഗയെന്ന് പറഞ്ഞത്? ട്രെവർ, മൈക്കിൾ. ഹായ് മാൻ, നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഉണ്ട്. അതെ, ഞാനല്ലല്ലോ മുങ്ങി അടക്കുന്നത്. ഉറ്റ സുഹൃത്തിന്റെ അടുത്ത് മരിച്ചെന്ന് അറിയിക്കുക, എന്നിട്ട് കാശുമായിട്ട് മുങ്ങുക. ട്രെവർ, അതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ. നീ അതൊക്കെ മറക്കണം. അതിരിക്കട്ടെ, ട്രേസി എവിടെ? അവള് ബിഗ് ജോസ് എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. എന്ത് ജിഗ് ബോസോ? തൈര്. എടാ, സർട്ടിഫൈഡ് കോമാളികളെ പടച്ചുവിടുന്ന പരിപാടിയാ അത്. പെട്ടെന്ന് പോയാൽ നിന്റെ മോളെ രക്ഷിക്കാം, അല്ലെങ്കിൽ നാളെ ഏറ്റവും വലിയ കോമാളിയാവും. ഇത് തന്നെ മെയ്സ് ബാങ്ക്. വാ, കയറ. ഇറങ്ങി വരൂ. എടോ, ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് പ്രൊഡക്ഷന്റെ പാർക്കിംഗ് ഏരിയ. അവിടെ നിൽക്കടാ. ഹായ് സർ. ഫുള്ള് കോമാളി സെറ്റപ്പ് ആണല്ലോ ഇവിടെ. എവിടാ അവർ? ഹലോ സർ, എന്താണ് നിങ്ങളുടെ പേര്? ട്രേസി. എവിടാ നായേ? പറടാ പട്ടി, പെട്ടെന്ന് പറ. കോപ്പ് അവരകത്തുണ്ട്. ഷൂ മുണ്ടായിരിക്കാം സത്തുക്കളെ. അകത്ത് ഓഡീഷൻ നടക്കുകയാണ്, ബഹളം ഉണ്ടാക്കരുത്. ഓൾറൈറ്റ്. ഇത് ബിഗ് ജോസിന്റെ ഓഡീഷനാണ്. ഏറ്റവും കൂടുതൽ കോമാളിത്തരം കാണിക്കുന്ന കോമാളിയായിരിക്കും ഇതിലെ മെയിൻ കോമാളി. അടുത്ത കോമാളി ട്രേസി ഡി സാന്ത. ഓൾറൈറ്റ്, ട്രേസി ഒരു ഡാൻസറാണ്. ഈ കോമാളികളേതാ? അതെന്റെ അച്ഛനാണ്, ട്രെവർ. ഹായ് ട്രെവർ. കിടുമോളൂസേ, അങ്ങനെ തന്നെ. ഹൈ.
അക്കമ്പോൾ തൈര് വായുമ്പോളം നീക്കുന്നു. മാറിക്കടാ കോമാളി, അമുക്കാൻ നോക്കുന്നു. സെക്യൂരിറ്റി സെക്യൂരിറ്റി, ഈ കോമാളികളെ അടിച്ചു ഓടിക്ക്. പൊട്ടത്തലൻ്റെ തലയടിച്ച് പൊട്ടിക്കടാ. ആരുടെ ഓർഡർ? ആ കോമാളി ഇവിടെ ഇടത് ചവിട്ടി വിട് ഹിമാറേ. മൈക്കിൾ, നീ പിള്ളേരെ മര്യാദയ്ക്ക് വളർത്താത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഉപദേശിക്കാൻ പറ്റിയൊരു തിരുകൊണ്ടി. ഇന്ന് വൈറലാകൂടാ നായേ. കളി ഡാൻസ് കളി. അതെ, എനിക്കൊരു ബീജിയം വേണം. ദേവി, എന്തൊക്കെയുണ്ട്? വിചാരിച്ചത്ര ഗുഡല്ല. ആ ജ്വല്ലറി പൊട്ടിച്ചത് നീയാണെന്ന് എനിക്കറിയാം കേട്ടോ. ഓക്കെ, അത് ഞാൻ തന്നെയാണ്. എന്നെ അറസ്റ്റ് ചെയ്യേ, എനിക്കതാണ് സേഫ്. എന്താ ഇപ്പം അങ്ങനെ പറയുന്നേ? നിനക്കറിയത്തില്ലേ ട്രവറിൻ്റെ കാര്യമാണോ? 2 ദിവസം മുമ്പേ ട്രവറിനെ കാണാൻ വന്നിരുന്നു. വേറൊന്നും പറഞ്ഞില്ല. പിന്നെ ഒരുത്തൻ എൻ്റെ ഓഫീസിൽ വലിഞ്ഞു കയറി വന്ന് എൻ്റെ ഫയൽസ് എല്ലാം എടുത്ത് നോക്കി. കുറച്ച് രഹസ്യങ്ങൾ അവന്മാർ ചൂണ്ടിയിട്ടുണ്ട്. ഇവൻ ഫെർണാണ്ട് കെർമിയോവ്. ഏജൻസി പറഞ്ഞ് മരിച്ചു എന്നാണ്. ഇവൻ്റെ ബോഡി പോയി വെരിഫൈ ചെയ്യണം. ഞാനെങ്ങനെ അവിടെ കയറി പറ്റാനേ? നീ നേരത്തെ മരിച്ചായിട്ട് അഭിനയിച്ചിട്ടില്ലേ? ഇന്ന് പിടിച്ചോ. അമ്മേ, പല്ലി ഓന്നിരിക്കുന്നു. ഫുൾ ടൈം സ്റ്റിങ് കൂടി ഞാൻ തോന്നുന്നു. ലിവർ പിഴിഞ്ഞെടുത്താൽ സ്റ്റിങ് കിട്ടും. ചെറി മുഴുവൻ പൊട്ടി കളഞ്ഞിരിക്കുന്നു. കൂടുവെപ്പ് തന്നെ പരിപാടി. ദൈവമേ, സോംബി ഓടടാ പട്ടികളെ. ആരുടെ ഇവിടെ അലമുണ്ടാക്കുന്നേ? ഞാൻ ടാഗ് കണ്ടുപിടിച്ചു. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ അല്ല, വേറൊരു ലേഡിയുടെയാണ്. ഓക്കെ, ഏജൻസി താഴത്തെ റൂം ലോക്ക് ചെയ്തിരിക്കുകയാണ്. നീ വേറൊരു വഴി കണ്ടുപിടിക്കണം. This is a national security. This the way out? അമ്മോ, കുണ്ടിയിൽ ബിയർ കുപ്പി കൊണ്ട് കയറിയേ. തൈര്. ഫ്രാങ്ക്ലിൻ, എന്തു പറ്റി? എന്താ വിളിച്ചേ? നീ ടൗണിൽ നിന്നൊന്ന് മാറിയിരിക്കണം. എനിക്കിങ്ങനെ പോകാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല. എന്നാൽ ഒരു ട്രിപ്പൊക്കെ പോവോ? ആദ്യം എന്നാ കിണ്ടി അടക്കുന്നതെന്ന് പറ. തൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കിഷ്ടംപോലെ പൈസ കിട്ടാൻ തുടങ്ങിയത്. ഫ്രാങ്ക്ലിൻ, ഞാൻ നല്ലൊരു കള്ളനാണ്. പക്ഷെ ഇപ്പം എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താണ് പ്രശ്നം എന്ന് പറ. ഒരു കോമാളി, ഒരു ഫെഡറൽ ഏജൻറ്റ്, അവനുമായിട്ട് പണ്ട് ഞാനൊരു ഡീല് നടത്തിയതാണ്. ഇപ്പം അവൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നെക്കൊണ്ട് ഓരോ പണി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിൻ പ്രശ്നം അതല്ല. ട്രവറിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അവൻ നരകം. ട്രവറും ഞാനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഫ്രാങ്ക്ലിന്, ഞാൻ ഒരുപാട് വാണത്തരങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ റേഞ്ചിലാണെന്ന് പറയുന്നില്ല. പക്ഷേ നീ ട്രവറിനെ കണ്ടാറുണ്ടല്ലോ ഫ്രാങ്ക്ലിൻ. ഞാൻ പറയാം, നീ എന്നെ ഒരു ഏഞ്ചലിനെ പോലെ കാണും. ഓൾറൈറ്റ് മാൻ, നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടു. അതിന് പകരമായിട്ട് ഞാൻ നീ പറയുന്നത് കേൾക്കാം. നീ നല്ല പയ്യനാണ് ഫ്രാങ്ക്ലിൻ. ഇതെനിക്ക് ഒരുപാട് സന്തോഷമായി. ഇത് കൊള്ളാമല്ലോ. ഇതെന്തോ ഇവിടെ മീറ്റിംഗ് ആണോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് വല്ലതും ആണോ ഈ ദുജികന്മാർ നടത്തുന്നത്? ഇതേതാ ഈ ദുജികൻ? സ്റ്റീവ് ഹൈനസ് എന്നാണ് പേര്. പക്ഷെ നിനക്കത് ഓൾറെഡി അറിയായിരിക്കും. അങ്ങനെ തൊലിഞ്ഞ പേര് ഞാൻ കേട്ടിട്ടില്ല. സീൻ കിടു. ഇത് എവിടെയൊന്ന് എഴുതി വെക്കണം. എന്നിട്ട് ഭാവിയിൽ ഈ വാണത്തിൻ്റെ തല വെടിവെച്ച് പൊട്ടിച്ചെനിക്ക് പ്രതികാരം ചെയ്യണം. എൻ്റെ TV പരിപാടി കണ്ടിട്ടുണ്ടോ? വാണ ലുക്കിൽ ഒരു കോമാളി TVയുടെ മുന്നിലിരുന്ന് കോമാളിത്തരമൊക്കെ കാണിക്കുന്നൊരു പരിപാടിയില്ലേ? തൈര് വീണ്ടും നോക്കി. മനോജ ഇരിക്കേ. ഇനി ഇവിടെ ഇരുന്ന് വാണത്തരം പറഞ്ഞാലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, മിസ്റ്റർ K ഒരു ലോക്കൽ ഏജൻസി സ്റ്റേഷനിലാണ്. ഞാനത് ഡീൽ ചെയ്താണല്ലോ. ഏജൻസി അവരുടെ ക്വസ്റ്റ്യനിങ്ങുമായിട്ട് മുന്നോട്ട് പോകാൻ പോവുകയാണ്. നീ അവിടെ പോയി കാണിച്ച കഴപ്പത്തരങ്ങൾ കാരണം എന്തായാലും ഇപ്പം അവൻ വാ തുറക്കുന്നതിന് മുമ്പേ അവനെ വെളിയിറക്കണം. ഞാൻ ഏജൻറ്റിന് ഓട്ടം പറഞ്ഞ ഇത്.
ഞങ്ങളുടെ കരിയറിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നമാണ്. നീ ഇത് പെട്ടെന്ന് ഡീൽ ചെയ്യണം. മൈക്ക് 2-3 കോള് വിളിക്കാനുണ്ട്. ആദ്യത്തെ ആൾ ഫ്രാങ്ക്ലിൻ ക്ലിൻ്റൺ. എനിക്ക് ആ പയ്യനെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. എൻ്റെ കാറ് ഫിക്സ് ചെയ്ത് അത്രേ ഉള്ളൂ. അവനെ വിളിക്കില്ലെങ്കിൽ അവൻ്റെ ആൻറ്റിയുടെ വീട്ടിലോട്ട് കുറേ തോക്കും കൊണ്ട് കുറേ മുട്ടത്തലയന്മാരെ വിടും. അടുത്തത് ട്രെവർ ഫിലിപ്സ്. ആ പ്രാന്തനെ വിളിച്ചു വരുത്താണോ? എനിക്ക് പറ്റത്തില്ല, സോറി. ഒരു വെയിലത്ത് കോട്ടിട്ടോണ്ടിരിക്കുന്നോ? മാറിക്കണ കോമാളി. ഫ്രാങ്ക്ലിൻ, നീ ജോലി വേണ്ട, റിസ്ക്കാ. എനിക്ക് കുഴപ്പമില്ല, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇത് അച്ഛനും മോനും തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ പോലെ. തനിക്ക് അച്ഛൻ്റെ സ്ഥാനത്ത് ഒരാൾ കാണണമെങ്കിൽ ഈ ദുജികനെ വിട്ടോ. ഇവൻ വെറും പ്രാന്തനാ. കൂടെ നിൽക്കുന്നവൻ്റെ കുണ്ടി കയറല്ല ഇവൻ്റെ പരിപാടി. കൊണ. ഇത് ഫ്രാങ്ക്ലിൻ, ഞാൻ ആഗ്രഹിച്ച, എനിക്ക് ജനിക്കാതെ പോയ മകൻ. ഇത് ട്രെവർ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇതിനെ റിസ്ക് പിടിച്ച് ലിഫ്റ്റിംഗ് പരിപാടിയെല്ലാം ഞാൻ ചെയ്തോളാം. ട്രെവർ, നീ എൻ്റെ ടാർഗറ്റിലോട്ട് ഫ്ലൈ ചെയ്യിക്കുക. ഫ്രാങ്ക്ലിൻ, നീ ഞങ്ങൾക്ക് കവർ തന്നാൽ മാത്രം മതി. ഈ കോമാളികളെ ഹാപ്പി ആക്കിയിട്ട് നമ്മളിൽ നിന്ന് തലവരും. ഓക്കെ? ഞാൻ താഴോട്ടിറങ്ങാൻ പോവുകയാണ്. എന്തെങ്കിലും കഴപ്പത്തരം കാണിച്ചാൽ തിരിച്ചു കയറി വന്ന് ഞാൻ പണി തരും. ഇത് ഇടിച്ചു നിന്റെ കുണ്ടിയിൽ ഞങ്ങൾ കേറ്റും. വെടിവെച്ചിടവനെ. ഫ്രാങ്ക്ലിൻ, എനിക്ക് ഹെൽപ്പ് വേണം. ബാക്കി ഞാൻ ഏറ്റി. ഫ്രാങ്ക്ലിൻ, ആ ചോപ്പർ വെടിവെച്ചിട്. എനിക്ക് ഏറ്റവും എളുപ്പപ്പണിയെന്നാണ് വിചാരിച്ചത്. മൈക്ക്, ആ ചോപ്പറെല്ലാം വെടിവെച്ചിട്, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാ. മിസ്റ്റർ കെയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഞാൻ ഈ മണ്ടനെ കൊണ്ട് എന്താ ആ ദുജിക്കനെ കൊണ്ട് ഇനിയൊരു ഗുണമില്ല. എന്നെ വിടൂ. ഹിണ്ണിക്കട ഇവിടുന്ന്. നടക്ക്. അവിടെ പോവാ. ഒരു തൊലിയും ചോദിക്കണ്ട. അങ്ങോട്ട് പോവാ. ആ കോമാളികൾ പറയുന്ന തൊട്ടല്ലേ ഞാൻ ചെയ്യുന്നത്. നീ എൻ്റെ ഉണ്ടക്കിട്ട് വയറ് വെച്ചതിനകത്തില്ല. അതിന് ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞിട്ടാ നായെ. നടക്ക്. എൻ്റെ കോമാളി, എണ്ണിക്കടാ. കയറങ്ങോട്ട്. നിനക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്. നീ തന്ന ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പായി. ഇനി നിന്നെ കൊണ്ട് കളയാൻ പോകും. എന്നാ ഇറങ്ങി അങ്ങോട്ട് പോ. ഈ വേഷത്തിലോ ഫ്ലൈറ്റിലോ? ഇതെന്ത് ധൈര്യം? നിൻ്റെ ഫാമിലിയുടെ കുണ്ടി അവർ കാരണമാണ് നീ ഇപ്പോൾ ഈ നിലയിലെത്തിയത് കേട്ടോ. ആരെയും വിശ്വസിക്കണ്ട. നേരെ പോയി ഫ്ലൈറ്റ് പിടിക്കുക. ഇറങ്ങിപ്പോടാ, ഫ്ലൈറ്റിൽ കയറാ. ഇറങ്ങടാ വട്ടം വന്നി. ട്രെവർ. മോനെ പറ. ഇവിടെ സീനാണ്, പൊളിയാണ് ലോസ് ആൻഡോസിന്. ഞാനിവിടെ വൈബ് അടിച്ചിരിക്കുക. ഞാൻ ഇവിടെ നിന്നില്ല. പിന്നെ എനിക്ക് നാളെ എനിമയുണ്ട്, വയറിളകി ചാവും. ഓക്കെ. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ അടുത്ത വർക്കിന് മുമ്പ് എനിക്ക് ചെറിയൊരു പ്രിപ്പറേഷൻ വർക്ക് ചെയ്യാനുണ്ട്. അന്ന് കൊണ്ടുവന്ന പയ്യനില്ലേ ഫ്രാങ്ക്ലിൻ, അവനെ കൂടെ വിളിക്ക്. മൈക്കിൾ, നിൻ്റെ ഫ്ലൈയിങ് പോരാ, കുറച്ച് ഫ്ലൈയിങ് ക്ലാസ്സസ് കൂടെ എടുക്കേണ്ടി വരും. Submarine! Oh shit! Immediately. എവിടാ കൊച്ചുകൃകൻ? മറ്റവൻ, അവൻ്റെ കണ്ണിലെ തീഷ്ണത ഞാൻ കാണുന്നു. ഹായ് കൂട്ടുകാരെ. തന്തേ മോനും വന്നല്ലോ. ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീലാക്ക്. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് കുറെ നാളായി ഞാൻ പ്ലാൻ ചെയ്തൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെസ്റ്ററിനോട് സംസാരിക്കണ്ട. ഞാൻ അവനെ വിളിച്ചായിരുന്നു. ആ മകുടി ഏതോ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവനെ വിളിച്ചാൽ 20% അവന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ വീതിച്ചെടുക്കാം. പ്ലാൻ എന്താണെന്ന് പറ. ഫ്ലോയിഡിനെ അറിയാമല്ലോ എല്ലാവർക്കും. ഇതാണ്. പോടാ ആയേ. ഫ്ലോയിഡ് പോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അവനെന്നെ മേരി വെതർ സെക്യൂരിറ്റി ടീമിലേക്ക് എടുക്കും. അവന് കടലിൽ എന്തൊക്കെയോ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ടെസ്റ്റ് ചെയ്യുന്ന എന്തുവാണോ അത് നമ്മൾ മേടിച്ചു പറ്റും. ബാബക്കളെ, മേടിക്കാനുള്ള ആൾക്കാരും റെഡിയാ. ഒരു പ്രശ്നവും ഇല്ല. പോലീസും വരത്തില്ല, ഒരു കുണ്ടിയും വരത്തില്ല. എല്ലാവരും റെഡിയാവും. ഞാനൊരു സബ്മറൈനും ഒരു ചോപ്പറും റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ആർമി ചോപ്പറുണ്ട്. നിങ്ങൾ രണ്ടും അതിനകത്ത് കയറുന്നു.
മൈക്കിളാണ് ഓടിക്കുന്നത്. സബ്മറൈനകത്ത് ഞാൻ കാണും. നിങ്ങളത് ലിഫ്റ്റ് ചെയ്യണം. നിങ്ങൾ എന്നെ ഓഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഞാൻ താഴെ പോയി ഗവൺമെൻറ് ടെസ്റ്റ് ചെയ്യുന്ന സാധനം എന്താണോ അതടിച്ചു മാറ്റി കൊണ്ടുവരാം. എന്നാലും അത് എന്ത് കൈൻഡ് ഡിവൈസാണ്, എന്താണെന്നൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. എത്ര പണം കിട്ടുന്നു എന്നതിലാണ് കാര്യം. ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് നമ്മൾ മോട്ടിക്കാൻ പോകുന്നത്. മെയ്വെതർ സെക്യൂരിറ്റി കൺസൾട്ടിംഗ് ആണ് ഇതിൻ്റെയൊക്കെ ടെസ്റ്റുകൾ നേതൃത്വം കൊടുക്കുന്നത്. അവർ മേഴ്സണറീസാണ്, സാധാരണ പട്ടാളക്കാരെ പോലല്ല. ട്രവർ, നീ എന്തൊക്കെയാണ് ഈ മിഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തത്? ഞാൻ പറഞ്ഞില്ലേ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ ചോപ്പറാണ് ഞാൻ അടിച്ചു മാറ്റിയത്. ആ മണ്ടന്മാര് ഫ്ലോയിഡും വെയ്ഡും വലിയൊരു പേയ്മെന്റ് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ചോപ്പർ. ഡാ കോമാളി, ഇവിടെ കാൽ കുത്തരുത്. ഈ വീട് പകുതി എന്റെയാണ്. പോലീസിനെ വിളിക്കും. എന്തിന്? ഒരു ഉത്തരവാദിത്തമില്ലാത്തവനെ. ഒന്നും അറിയാത്ത പോലെ പെരുമാറരുത് മണ്ട. ഞാൻ ഗ്യാങ്ങിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഗ്യാങ് ഒക്കെ നല്ലതാണ്, അതാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളത്. പക്ഷെ നിന്നെ പറ്റി പോസിറ്റീവായിട്ട് ഒരു തൊലിയില്ല. ഹലോ ഫ്രാങ്ക്ലിൻ, നിനക്ക് സിസ്റ്ററുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്നാ പോയി എന്താന്ന് വെച്ചാൽ മേടിച്ചോ. താങ്ക് യു. കയറിപ്പോ, ഞങ്ങൾക്ക് കുറച്ച് ഡിസ്കഷൻ ഉണ്ട്. ടായ്, ഞാൻ ഈ ടൗണിൽ പുതിയതാ, എനിക്ക് ഫ്രണ്ട്സിനെ വേണം. ഞാൻ റെസ്റ്റ് എടുക്കാൻ പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പോഴേ ഈ കോമാളി ഒന്ന് കയറിയേ. എന്ത് പ്ലാൻ? പ്ലാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണ് പ്ലാനിങ്ങിന്റെ രാജാവ്. വാ, പെട്ടെന്ന് വാ, പോകാം. സാധനം എടുക്കാൻ വന്നതാ. പണമുണ്ടോ? ദാ നോക്ക്, പിടയ്ക്കുന്ന ഫ്രഷ് നോട്ട്. ഇഷ്ടപ്പെട്ടല്ലേ? സാമ്പിൾ കാണിക്കേ. ഇപ്പോഴാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. കാണിച്ചേ. ഇങ്ങടുതാ, മണത്ത് നോക്കട്ടെ. ആ കൊടൂരൻ കിക്ക്. ഇത് ജിമ്മിട്ടൻ ഐറ്റം തന്നെ. കണ്ടപ്പം തന്നെ തൂറാൻ മുട്ടിയിരിക്കണോ? അപ്പോൾ സംഭവം സെറ്റല്ലേ? എനിക്കൊന്ന് നോക്കണം. വേണ്ട, നമുക്കൊന്ന് എസ്കേപ്പ് ആവാം. ഓപ്പോസിറ്റ് സൈഡിലുള്ള സാധനം കാണിച്ചേ. ഓടാ കോമാളി, ഇങ്ങോട്ടാടാ പട്ടി, ഇങ്ങോട്ടാടാ. വാ, തൈര്. ഇത് കൂളല്ല, തേയിലപ്പൊടി കക്കൂസിലെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് കൂളാന്നും പറഞ്ഞ് വിൽക്കുന്നു. കുതികാലി വെട്ടുന്നവന്മാരുടെ കുതികാലി വെട്ടാൻ സീൻ സീൻ സീൻ. തോക്കിട് തോക്കിട്. എല്ലാത്തിനെയും കൊല്ല്. ഗ്രോ സ്ട്രീറ്റിലെ പിള്ളേരാ സീരാമാര്. മൈക്കൽ, നീ വന്ന് ചെറ്റയായിക്കൊണ്ടിരിക്കുവാണ്. ആ പ്രാന്തൻ ട്രെവർ വന്നേ, പിന്നെ നീ അവനെ പിള്ളേരുടെ അടുത്ത് അടുപ്പിക്കല്ലേ. അത് ഞാൻ നോക്കിക്കോളാം. ആരെങ്കിലും യോഗയെ പറ്റി പറഞ്ഞോ? ആ, ഇവള് പറഞ്ഞെന്ന് തോന്നുന്നു. നമസ്തേ, നിങ്ങൾ രണ്ടുപേരും വരൂ, നമുക്ക് കുറച്ച് യോഗ ചെയ്യാം. അപ്പോൾ കുറച്ച് സമാധാനം കിട്ടും. വരൂ മൈക്കിൾ, എല്ലാവരും വരൂ. യോഗ എന്ന് പറഞ്ഞാൽ തന്നെ ഷെയറിങ് എന്നാണ് അർത്ഥം. നമ്മളെല്ലാവരും ഓരോ യാത്രയിലാണ് മൈക്കിൾ. മൈക്കിൾ ഇങ്ങനെ കവച്ച് സ്വാതന്ത്ര്യനായിട്ട് നിൽക്കൂ. കോമാളികളുടെ ഓരോ കാര്യം. ഇനി ഞാൻ കുറച്ച് അടവുകൾ കാണിച്ചു തരാം. ഈ യോഗ പൊസിഷനാണ് എൻ്റെ വജ്രായുധം. ദാ മൈക്കിൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ദാ ഇങ്ങനെ നിന്നിട്ട് എടാ അമുക്കാൻ നോക്കുന്നോ? വിടടാ പട്ടി, മാറാ. വെള്ളത്തി വീടേ. ഞങ്ങൾ പോവാണ് മൈക്ക്. എവിടെയും പോയി തൊല്ല വാണങ്ങളെ. ഹേയ്, എന്തൊക്കെയുണ്ട് വിശേഷം? ട്രവർ അവിടെ ആണ്ടവിടെ നിൽപ്പുണ്ട്. സോ എല്ലാം റെഡിയാണോ? സോ ഈ ട്രക്ക് യൂസ് ചെയ്ത് നമ്മൾ വീണ്ടും ഗവൺമെന്റിന്റെ സാധനം മുട്ടിക്കാനാണോ പോകുന്നത്? ഹലോ, ഓക്കെ, ശ്രദ്ധിക്ക്. ആദ്യം ഞാൻ പ്ലാൻ വിവരിക്കാം. ട്രവർ, നീ ഈ പൊസിഷനിൽ ഇരിക്കണം. നീയാണ് ലുക്കൗട്ട്. ആർമേർഡ് കാർ വരുമ്പം നീയാണ് സിഗ്നൽ ചെയ്യേണ്ടത്. ഞാൻ ഈ ഗാർബേജ് ട്രക്കിൽ റോഡ് ബ്ലോക്ക് ചെയ്ത് നിൽക്കും. ഫ്രാങ്ക്ലിൻ, നീ എൻ്റെ കൂടെ കാണണം. നിന്റെ മുന്നിൽ അവന്മാര് വരുന്നപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വരുമ്പോൾ തന്നെ അവന്മാരെ ബൂമൊന്നും പറഞ്ഞ് തീർക്കണം. ഇടിച്ചതിന് ശേഷം നമ്മൾ ഡോർ ബ്ലാസ്റ്റ് ഓപ്പൺ ചെയ്യും. അതിനകത്തുള്ള ക്യാഷ് എല്ലാം എടുക്കും. എന്നിട്ട് അത് ചിക്കന്മാർക്ക് കൊണ്ടു കൊടുക്കും. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നോട്ട് നടക്കൂ. ഞാൻ ഗ്രൗണ്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ സേഫാണ്. പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യം ഞാനേറ്റ്. ഓക്കെ, നമ്മൾ കോമാളി വേഷമൊന്നുമല്ലല്ലോ കെട്ടുന്നത്.
തൈര് മറന്നുപോയി, കാണിച്ചു തരാം. തൈര്. കോൺസാ സർക്കസ് കോമാളി. വണ്ടി ഇട്. ഓക്കെ, ഞാൻ പൊസിഷനിലെത്തി. അവരോടെ 1 മിനിറ്റ് നോക്കട്ടെ. അവന്മാര് വരുന്നുണ്ട്, പെട്ടെന്ന് റെഡി ആയിക്കും. ഓക്കെ, സ്റ്റിക്കി ബോംബ്സ് കൊണ്ട് ഫിറ്റ് ചെയ്യും, എന്നിട്ടത് പൊട്ടിക്ക്. എല്ലാം കിടക്കടാ പട്ടികളെ, എല്ലാം ഗ്രൗണ്ടിൽ കിടക്കടാ നായേ. നിങ്ങളിവിടെ നിന്ന് പെട്ടെന്ന് പോകൂ, 10 സെക്കൻഡിനുള്ളിൽ പോലീസ് വരും. അലാം ഓണായിട്ടുണ്ട്. എല്ലാം ഓക്കെയാണോ? പക്ഷേ ആ ട്രക്ക് പൊളിഞ്ഞു പോയി. നിനക്കൊക്കെ ആണോ? ഞാൻ ആ പുള്ളിയെ പോയി കണ്ടിട്ട് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. വണ്ടാ പഠിക്ക് പൊളി കാലക്കി പോടാ മണ്ട മൂയെ അടിച്ചു. എനിക്കറിയാം, FIBയിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പം ശരി. ഡേ അവിടേക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ബ്രോ. ഒരു ഡീല് കൂടെ ചെയ്യാനുണ്ട്. 5 ക്വാളിറ്റി ചരക്കുകൾ, 5 കാറുകൾ, മികച്ച പേയ്മെൻറ്റ്. എനിക്കിതിന് പറ്റിയ ആളിനെ അറിയാം, ഞാൻ മുട്ടിച്ചു തരാം. ഓക്കെ, പോരാ. അവനോ ഇവനോ മറ്റവനോ ഒന്നും പോരാ, നീ തന്നെ വേണം. ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് വേണ്ട. എനിക്ക് നിൻ്റെ ഒരു കിട്ടിയിലും താല്പര്യമില്ല. നിന്നെ ഞാൻ സോളമൻ റിച്ചാർഡ്സുമായിട്ട് മുട്ടിച്ചു തരാം. സോളമൻ റിച്ചാർഡ്സ് മറ്റേ പ്രൊഡ്യൂസറാണോ? അതെ, പുള്ളി റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ പുള്ളിയായിട്ടൊരു ബിസിനസ് ഡീൽ ചെയ്യുന്നുണ്ട്. ഇത് നടന്നാൽ ഞാൻ നിന്നെ അവനെ തമ്മിൽ മുട്ടിച്ചേരും. ഫ്രാങ്ക്ലൈൻ, ഡേവി വഴി ഒരു പണക്കാരനുമായിട്ട് പരിചയപ്പെട്ടു. FIB വഴിയുള്ളതാണോ? വിശ്വസിക്കാൻ പറ്റൂ? എനിക്ക് ഗവൺമെൻ്റ് അല്ല, പ്രൈവറ്റാ, പൂത്ത കാശുകാരനാണ്. നിനക്ക് വളരാൻ പറ്റിയ അവസരമാണിത്. നീ അത് ട്രൈ ചെയ്ത് നോക്ക്. ഞാനും ട്രവറും കൂടെ കാണും. കിടു ലുക്ക്. നീ മൈക്കിളിൻ്റെ ആളാണല്ലേ? ഓക്കെ, ഞാൻ കണ്ടതിൽ സന്തോഷം. ഓക്കെ, ഈ പോലീസിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ലേ? ഇതെൻ്റെ ചെറിയൊരു ഹോബിയാണ്. അപ്പോൾ ഞാൻ വലിയൊരു കോടീശ്വരനാണ്. എനിക്കെന്നാ തൊലി വേണമെങ്കിലും ചെയ്യാം. നീ ആണെങ്കിൽ പിച്ചക്കാരൻ. അപ്പം ഞങ്ങളോട് ഓരോ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതിരിക്കുക. ഹായ്, എന്താണ് ഇവിടെ? ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഡിസ്കഷനൊക്കെയാണോ? നീയാണോ മൈക്കിൾ പറഞ്ഞ ഭ്രാന്തൻ? മര്യാദയ്ക്ക് സംസാരിച്ചെങ്കിലും ഉണ്ട പറിച്ചെടുക്കുക. നിങ്ങൾ 2 പിള്ളേരുടെ ഇത് പൈസ പിടിച്ച് പറിക്കണം. 2 കുരുപ്പുകൾ. എന്താ ഇവിടെ നടക്കുന്നത്? വന്നല്ലോ. നിന്റെ ചെറുപ്പത്തിലെ ആഗ്രഹം നടക്കാൻ പോവാണ്. നീ പോലീസ് ഡ്രസ് ഇടാൻ പോകുന്നു. ടൈം വേസ്റ്റ് ചെയ്യാതെ പോകാം ആളുകളെ. മോനെ, ഇത് നിന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ്. ഈ മിഷൻ ജയിച്ചാൽ നിനക്ക് നിന്റെ ലെവൽ അറിയാൻ പറ്റും. ഇങ്ങനത്തെ വണ്ടി നീയൊക്കെ കണ്ടിട്ടുള്ളതാ? ഈ വായ്ത്താളം അടിക്കാതെ വണ്ടിക്കകത്ത് കയറി, എന്നിട്ട് പവർ കാണിക്കും. ഈ കോമാളിക്ക് നമ്മളോട് റേസ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? കയറാ വണ്ടിയിൽ. ഇനി ഇവൻ്റെ കഴ തീർത്ത് കൊടുക്കാം. വണ്ടി എടുക്കി പാറായി. കോലീക്സെങ്കിലോടാണോ നീയൊക്കെ മുട്ടുന്നേ? അമ്മാര് പോകുന്നുണ്ട്, പുറകെ വിട്. ഈ ഊത്ത ബൈക്കും കൊണ്ട് കോലീക്സെങ്കില് കൂട്ടണമെന്നാണോ കോമാളി പറയുന്നത്? ഇറങ്ങ് ട്രവറെ, ആണത്തരമൊന്നും പറയത്തേക്കല്ലേ. നീ കാരണത്തിരി, നിന്നെ ഞങ്ങൾ പിന്നെടുത്തോളാം കേട്ടല്ല. ഓടാവൂ. ഇവന്മാരാണ്. ഇതൊക്കെ എന്ത് സ്പീഡിലാണ് പൊക്കോട്ടിരുന്നെന്നറിയാവോ? ഇറങ്ങ് കൊച്ചു ധൈര്യ വണ്ടിന്ന്. ഇറങ്ങ്. ഇനി തിരിഞ്ഞിക്കടാ പട്ടി. വണ്ടി നിറങ്ങണം മായ. വൃഷ്ടത്തിൽ നിന്ന് വിടറാ. ബസ് പിടിച്ച് വീട്ടിൽ പോടാ. അയ്യോ, ബസ് പിടിച്ചാൽ ഞാൻ വൈറലാവും. ജെന്റിൽമെൻ കയറി വരൂ. എല്ലാവരും പൊളിച്ചു. ഒരു പയ്യനും 2 അങ്കമാരും. ഇവന്മാരെങ്ങനെ ഫ്രണ്ട്സായി? നിങ്ങൾ പോയി ആ വണ്ടികൾ മാറ്റവിടുന്ന്. കൈബുക്ക് എല്ലാവരും എൻജോയ് ചെയ്യ്. ചാടുവനെ. പട്ടി,
വാണത്തരം കാണിക്കാതെ കാര്യത്തിലേക്ക് കടക്കും. നിങ്ങൾ പണി സ്മൂത്തായിട്ട് ഫിനിഷ് ചെയ്തു, പക്ഷെ ഓർഡർ 5 കാറിന് വേണ്ടിയിട്ടാണ്. അതാണ് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. പൈസ താടാ നായിൻ്റെ മോനെ. ഈ ഭീകരജീവി ഇവിടെ ഉണ്ടായിരുന്നോ? വർക്ക് ഫുള്ള് കഴിഞ്ഞതിന് ശേഷമാണ് പേയ്മെൻറ്റ്. ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. മൈകൾ ഇതിലില്ല. ട്രാവർ എയറിൽ ഫ്രാങ്ക്ലിൻ റോഡിൽ നിങ്ങൾ പോലീസ് ചോപ്പർ തൂക്കണം. അതിലെ ഡാറ്റ വെച്ച് അവനെ ട്രാക്ക് ചെയ്ത് കാർ തൂക്കണം. മൈക്കിൾ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ സോളമനുമായിട്ട് മുട്ടിച്ചേരാം. ഹലോ, അകത്തേക്ക് വരിക. നീയാണ് മൈക്കിൾ അല്ലേ? എനിക്ക് 3 സെക്രട്ടറിമാരുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കാപ്പി വരെ ഉണ്ടാക്കണം. ഒരു തീപ്പെട്ടിക്ക് 2 രൂപ, ബിരിയാണിക്ക് 150 രൂപ. 2 പേർ ബിരിയാണി മേടിച്ചാൽ 300 രൂപയല്ലേ ആവുന്നുള്ളൂ. ഇത് AJP പറഞ്ഞ കാര്യമില്ലേ? സുജിൻ ജോസ് പെരേര അല്ല, ആറാട്ട് ജ്യേഷ്ഠൻ പറഞ്ഞാണത്. താൻ റിട്ടയർ ആണെന്നാണല്ലോ കേട്ടത്. പക്ഷെ ഒരു പടത്തിൽ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. കോമാളികളെ റിട്ടയർ ആകത്തുള്ളൂ മണ്ട. ഡയറക്ടേഴ്സും ആക്ടേഴ്സുമായിട്ട് ഒരിക്കലും വർക്ക് ചെയ്യരുത്. എന്റെ പുതിയ പടം ലോഞ്ചാണ്. ഓക്കെ, പറഞ്ഞോളൂ. പടത്തിന്റെ പേര് കാംബോജി 2. ഹൈ ബഡ്ജറ്റ് ആണ്. ഗ്ലോബൽ സ്റ്റാർ മനോജ് ആണ് ഇതിലെ സെക്കൻഡ് ഹീറോ. അവൻ ചീപ്പായതുകൊണ്ടാണ് ഞാൻ അവനെ കാസ്റ്റ് ചെയ്തത്. ആ ദുജികനാണെ ഒരു കഴിവുമില്ല. അവൻ പേയ്മെന്റ് കിട്ടാതെ ഇനി അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ നിങ്ങളുടെ അസിസ്റ്റന്റ് ആയിട്ട് ഇനി വർക്ക് ചെയ്യാം. നമുക്കെല്ലാം സോൾവ് ആക്കാവുന്നേ ഉള്ളൂ. ജെന്റിൽമെൻ, എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മളിവിടെ പൊളിയും. ഈ മണ്ടന്മാര് കോൺട്രാക്റ്റുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലാന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ വരികയാണ്. ഈ കോമാളി പറയുന്നത് വിശ്വസിക്കുന്നു. ഇവനെ ഞാൻ തന്നെ തീർക്കും. ഹായ് അങ്കിൾ, നമുക്കൊരിടം വരെ പോയിട്ട് വരാം. ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കലാകാരനാണ്, എനിക്കതറിയാം. ഈ കഥയാണ് ഏറ്റവും നല്ല കല. മിസ്റ്റർ മിൽട്ടണ് നിങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന്. എന്നോട് ക്ഷമിക്കണം സർ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എനിക്ക് തന്ന ചാൻസിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. മൈക്കിൾ, ഒന്നും പറയാനില്ല. നീ മിടുക്കനാണ്, പൊളിച്ചു. എനിക്കൊരു അസോസിയേറ്റ് പ്രൊഡ്യൂസർ വേണം. അത് നീ തന്നെ. അത് കൊള്ളാം, അതെനിക്കിഷ്ടപ്പെട്ടു. പൊളി. നമ്മൾ വീണ്ടും സംസാരിക്കും. കാണാം. നോക്കടാ ലുക്ക്. എന്തൊരു സൗന്ദര്യം, എന്തൊരു ലുക്ക്. ഇതാണ് മോനെ. ഞാൻ ഡ്രൈവിങ്ങിൽ തന്നെ പെട്ടിരിക്കണം. ഈ ബുഗാട്ടി എത്ര ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയോമാരെ? വെറും 10. ഓ മാൻ കിടു. നീ ഒരു എക്സോസ്റ്റോളിയല്ലേ? ഫ്രാങ്ക്ലിൻ, നിനക്കൊരു കാർ ഓടിക്കാൻ ആഗ്രഹം കേട്ടോ? ഇതുപോലത്തെ ഉദ്ദേശിച്ചത് ഈ കാറിന്റെ കാര്യമാണോ? അത്രയ്ക്ക് കടന്നൊന്നും ചിന്തിക്കണ്ട ഫ്രാങ്ക്ലിൻ. മോനെ, നിനക്കറിയാവോ, നീ നിന്റെ മറ്റേ 2 ദുജികന്മാര് കൂട്ടുകാരെ പോലല്ല. നിനക്ക് ബുദ്ധിയുണ്ട്, നിനക്കൊരു ഫ്യൂച്ചറുണ്ട്. ഞാന് പേയ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. വിഷമിക്കണ്ട, അത് വരും. അത് ഉടനെ വരും. ചെറുപ്രായമാണ്, വെറുതെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ ശരി മോൻ, കാണാം. വിട്ടോ, അതിനകത്തുനിന്ന് ഇഷ്ടമുള്ള കാർ എടുത്തോ, ഇഷ്ടമുള്ള കാർ. എന്തുവാ ഇത്? ഇതാണ് ഞാൻ പറഞ്ഞത്. നീ ഇടയ്ക്ക് പറയത്തില്ലായിരുന്നോ നിനക്കൊരു സംഭവം വേണമെന്ന്? ഇതാണ് ആ സംഭവം. ഹലോ, ഞങ്ങൾ മിസ്റ്റർ മദ്രാസ് പോയി അന്വേഷിച്ചു വന്നാണ്. അവരെ അകത്തേക്ക് കടത്തിവിടൂ. പിള്ളേർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൂടെ. മൈക്കിൾ, നിന്നെ വീണ്ടും കണ്ടതിൽ സന്തോഷം. ഇതെൻ്റെ കൂട്ടുകാരൻ ട്രെവർ. ഇരിക്കിരിക്കേ. മാർട്ടിനിൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് ട്രെവർ. ഒരു പ്രാന്തൻ. എന്നെ നേരത്തെ തട്ടാൻ നോക്കിയതാ. എൻ്റെ കസിനുണ്ടല്ലോ, കോമാളി, നിനക്കറിയാം, ടെന്നീസ് വേണം. അവൻ എനിക്കിട്ട് പണിയാനൊരു പ്ലാൻ നടത്തുന്നുണ്ട്. സോ ആദ്യം അവനെ തട്ടണം. ഇത് നീ ചെയ്യണം. നമ്മുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തല്ലേ. ഞാൻ ജസ്റ്റ് ചോദിക്കുന്നതേ ഉള്ളൂ, ഒരു ഫ്രണ്ടിന് വേണ്ടി. ഇതാണ് ജാവിയർ. വൈകിട്ട് ലിബർട്ടി സിറ്റിയിലോട്ട് പോവാണ്. എൻ്റെ കുറച്ച് ഫയൽസ് ആ കാലിനെടുത്തുകൊണ്ട് പോയി. അതെനിക്ക് തിരിച്ചു വേണം. അവിടെ ഹിൽസിൽ തോക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
എയർപോർട്ട് ചെക്ക് ചെയ്യാൻ ആളുണ്ട്. അവൻ പറക്കുമ്പോൾ നിന്നെ ഞാൻ അറിയിക്കാം. അവനെ വെടിവെച്ചിടുക, എന്നിട്ട് ആ ഫയൽസ് എടുക്കുക. ഓക്കെ, ഞാൻ റെഡിയാ. എത്ര ഫണ്ട് എത്ര? തോക്ക് ഞാൻ ഹാൻഡിൽ ചെയ്യാം. മൈക്കിളെ, എടാ കോമാളി, അതിനകത്തൊരു ഗണ്ണുണ്ട്. അതെടുത്ത് ആ പ്ലെയിൻ വെടിവെച്ചിട്. എടാ മഡ്രോസയുടെ ഇത്രയും വലിയ ഗണ്ണൊക്കെ ഉണ്ട്. അവൻ ആൾ നിസ്സാരക്കാരനല്ലെന്ന് മനസ്സിലായില്ലേ? അവനുമായിട്ട് കളിക്കണ്ട. ട്രവർ, അതിൻ്റെ പുറകെ പോ. അതിനകത്ത് ഒരു ഫയൽസ് ഉണ്ട്. ആ കസിൻ തന്തയില്ലാത്തവൻ ചത്തില്ലെങ്കിൽ അവനെ വെടിവെച്ച് കൊല്ല്. എന്നിട്ട് ആ ഫയൽസ് എടുത്തോണ്ട് വാ. സംഭവം എല്ലാം സ്മൂത്തായിട്ട് നടന്നിട്ടുണ്ട്. ഫയൽസ് എൻ്റെ കയ്യിലുണ്ട്. മഡ്രോസയുടെ കൊണ്ട് കൊടുക്കാം. എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും പറഞ്ഞു കൊടുക്കണം. മൈക്കിളെ, എടാ കോമാളി, അതിനകത്തൊരു ഗണ്ണുണ്ട്. അതെടുത്ത് ആ പ്ലെയിൻ വെടിവെച്ചിട്. എടാ മഡ്രോസയുടെ ഇത്രയും വലിയ ഗണ്ണൊക്കെ ഉണ്ട്. അവൻ ആൾ നിസ്സാരക്കാരനല്ലെന്ന് മനസ്സിലായില്ലേ? അവനുമായിട്ട് കളിക്കണ്ട. ട്രവർ, അതിൻ്റെ പുറകെ പോ. അതിനകത്ത് ഒരു ഫയൽസ് ഉണ്ട്. ആ കസിൻ തന്തയില്ലാത്തവൻ ചത്തില്ലെങ്കിൽ അവനെ വെടിവെച്ച് കൊല്ല്. എന്നിട്ട് ആ ഫയൽസ് എടുത്തോണ്ട് വാ. സംഭവം എല്ലാം സ്മൂത്തായിട്ട് നടന്നിട്ടുണ്ട്. ഫയൽസ് എൻ്റെ കയ്യിലുണ്ട്. മഡ്രോസയുടെ കൊണ്ട് കൊടുക്കാം. എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും പറഞ്ഞു കൊടുക്കണം. എന്ത് കിണ്ടിയാണ് സംഭവിച്ചത്? നീ എന്താ അവൻ്റെ കാറുമായിട്ട് വന്നത്? ആ കണ്ടിയുടെ ഫീസോ? ചുമ്മാതല്ല ആൾക്കാർ അവൻ്റെ കുതികാൽ വെട്ടുന്നത്. എന്തു പറ്റി? വെറും കോമാളി. ഞാനവിടെ പോയി മാന്യമായിട്ട് പൈസ ചോദിച്ചു. അപ്പോൾ അവന് വട്ടളകി ദേഷ്യം വന്നു. അപ്പോൾ എനിക്കും കുറച്ച് ദേഷ്യം വന്നു. നീ അവനെ കൊന്നോ? ഏയ്, അത്രയ്ക്കൊന്നും നമ്മൾ പോത്തില്ല. കൊന്നൊന്നുമില്ല. പക്ഷെ അവൻ്റെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്തു. ഓ തഹീര്, എന്തോടാ കോമാളി കാണിച്ചേ? ബാക്കി കാര്യം നമുക്ക് മാർട്ടിനുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ബിസ്ക്കറ്റ് വേണോ? കുനിഞ്ഞിക്ക്. ഈ ദുജീകൻ ഇത് എവിടെ പോയി കിടക്കുക? വിളിച്ചു നോക്കാം. തഹീർ എവിടെ പോയി കിടക്കുന്നടേ? വീട്ടിലാരും ഇല്ലല്ലോ. ഏയ്, ഞങ്ങൾ ഇച്ചിരി ഒളിവിലാണ്. സീൻ പറ്റിയ മറ്റേ മെക്സിക്കനില്ലേ, നമ്മളന്ന് മീറ്റ് ചെയ്തേ, അവൻ്റെ ഒരു പണി ഞാനും ഡ്രൈവറും എടുത്തായിരുന്നു. തമാശയാണോ? ആയിരുന്നേ കൊള്ളായിരുന്നു. ഇപ്പം അവിടാ ഒരു ഡെസേർട്ടില്ല. ഓക്കെ, എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരാം. ഇവിടെ ഫുള്ള് വള്ളിയാണ്. ട്രവർ അവൻ്റെ ഭാര്യയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുക. റോൺ എനിക്ക് ഒരു കാപ്പി കൊണ്ടുപോയില്ല. ഇതിൻ്റെ കൈ ഞാൻ വിട്ടു. ആരുടെ അത്? ബിസിനസ് പാർട്ട്ണർ, നല്ല മനുഷ്യൻ. റോൺ, ഇതാണ് മൈക്കിൾ. പിന്നെ ഇത് പട്രീഷ്യ, ഈ ഇരിക്കുന്നത്. ഹൈ മുളുസേ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹേയ് മുളുസേ, ഒന്നും പേടിക്കാനില്ല. സംഭവിച്ചതിനെല്ലാം സോറി. നിനക്കെന്തെങ്കിലും അപകടം സംഭവിക്കില്ല എന്നെനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചെറിയ പീസായിട്ടൊക്കെ മുറിക്കേണ്ടി വരും. അതിലേക്കൊന്നും പോകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊരു നല്ല മനുഷ്യനാണല്ലോ, സത്യം പറയുന്ന. ഉപ്പങ്ങളെ, നിങ്ങൾ കണ്ണ് ഡോക്ടറെ ഒന്ന് കാണണമെന്ന്. ഏയ് റോൺ, എന്നെ മിസ് ചെയ്തോ? ട്രവർ, ചെറുതായിട്ട് സങ്കടബോധമായേ. വല്ല തുലിഞ്ഞ കഥയും പറയാനാണ് പോകുന്നതെങ്കിൽ തൊണ്ട പറിച്ച് ഞാൻ വെളിയിലിടും. ഇല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ദുരന്തങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ കേട്ടു.
മേരി വെതറുമായിട്ട് ചെയ്യാനുള്ള കുറച്ച് ആയുധങ്ങൾ കടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നീ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കുമെന്ന്. കിടുവേ വണ്ടി എടുക്കണതായേ. കോമാളി, നീ അവിടെ നിൽക്കുക. നിന്നെ പോലീസിന് വേണ്ടതാണ്. അതുകൊണ്ട് നീ ഒളിവിൽ നിൽക്കുക. ഈ പെങ്ങടെ കാര്യം നോക്ക്. മൈക്കിൾ, കണ്ടതിൽ സന്തോഷം. ട്രെവറെ, ഈ ഡീല് പൊളിയാ. അവരുടെ ഗണ്ണുകൾ നമ്മുടെ പോലെ തന്നെ കിടുവാണ്. ഓക്കെ, മിലിറ്ററി എയർ സ്പേസിൻ്റെ അടുത്തുനിന്ന് മാറി നീ. ഇനി ഇച്ചിരി പൊങ്ങിപ്പറന്നോ, കുഴപ്പമില്ല. നമ്മുടെ പുറകിൽ അജാതമായ ഒരു പ്ലെയിൻ പറക്കുന്നു. ഞങ്ങൾ വെടിവെച്ചിടും. ആഹാ, നമ്മളെ വെടിവെച്ചിടുമെന്നോ? അത് ഇച്ചിരി മോശം അല്ലേ സഹോദര? ഹോ, കാലടിച്ച് കയറ്റുന്നേ, മാറിക്കോ. എല്ലാരും ഈ കോമാളിയെ വെടിവെക്ക്. എല്ലാവർക്കും ട്രെവർ FM-ലേക്ക് സ്വാഗതം. നമ്മുടെ പ്ലാനുകളിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. മേരി വെതർ ജെറ്റ് ഇന്ന് മെക്ഫീൽഡിലാണ് ലാൻഡ് ചെയ്യുന്നത്. ട്രെവർ, മിലിറ്ററിയുടെ ജെറ്റ് നിന്റെ പുറകെ ഉണ്ട്. പ്ലെയിൻ തകർക്കും. നീ അതിൽ നിന്ന് ചാടൂ. എന്താ ഇവിടെ തൈര്? ഹോ, കിടു കിടു കിടിലം വീട്. ആ വൈക്കൾ, നീ വെറും ദുജിഗനാണ് എല്ലാവരെയും പോലെ. കുറച്ച് പൈസ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് വെറും ദുജിഗനായി. ഓഹോ, എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഞാൻ പണ്ടേ ദുജിഗനായിരുന്നു. ഡേയ്, നീ പണ്ട് മാസായിരുന്നു. മാസ് ഈ സ്ഥലം പോലെ തന്നെ. പണ്ട് നീ വിഷയമായിരുന്നു. ആ സൈഡിലോട്ട് മാറിയിക്ക്. നീ എന്തുവായിരുന്നു? മിസിഹ ആയിരുന്നു. ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട്? ഇറങ്ങിപ്പോടാ പട്ടികളെ. ശ്രദ്ധിച്ചേക്ക്, ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടൊരാവശ്യമുണ്ട്. സോറി, ഒരു റിസർച്ച് ലാബ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. കാരണം ടെററിസമായിട്ട് ബന്ധപ്പെട്ടാണ്. വലുതാണ്. നെർവിയാസ് ബയോളജിക്കൽ ടെറർ. 2 ആഴ്ച മുന്നേ സന്തോഷമായിട്ട് റിട്ടയർ ആയിട്ട് സ്വിമ്മിംഗ് പൂളിൽ കിടക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് എൻ്റെ പഴയ ഒരു പ്രാന്തൻ ഫ്രണ്ട് കയറി വന്നത്. ഇത് കൊല്ലങ്ങൾക്ക് മുമ്പേ ഞാൻ ചെയ്ത ഒരു അപരാധത്തിൻ്റെ ചന്തി. വാ, പണിക്ക് വാ. കോമാളി അടങ്ങിയിരിക്കുക. തൈര് എന്തുവാ? ഹായ്, പാരഡൈസിലേക്ക് സ്വാഗതം. വാ, കാർ അവിടെ ഉണ്ട്. ഓക്കെ, നമുക്കാദ്യം ഈ ബാങ്ക് ഒന്ന് പോയി നിരീക്ഷിക്കാം. മൈക്ക്, അലാറം ഒന്ന് ഷൂട്ട് ചെയ്തേ. എവിടെ ട്രിഗറാവുന്നത് നോക്കട്ടെ. ഓക്കെ, എൻ്റെ കയ്യിൽ പോലീസ് സ്കാനറുണ്ട്. നേരെ അടുത്തുള്ള പെട്രോൾ പമ്പിലോട്ട് വിട്ടോ. അവിടെ വെച്ച് നമുക്ക് ഇവന്മാരെ നിരീക്ഷിക്കാം. ഓക്കെ, 4 യൂണിറ്റ്. വാ, ബാക്കി പ്ലാനിങ് അകത്തിരുന്ന് ചെയ്യാം. എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത്? ഛർദിലും കഫവും തുപ്പലും മൂത്രവും തൈരൻ. ഇന്നലത്തെ വാള് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. ഇതൊന്ന് ചൂടാക്കിയിട്ട് ദൈവമേ, ഒരു മനുഷ്യൻ എങ്ങനെ ഇതിനകത്ത് താമസിക്കുന്നു? എല്ലായിടത്തും വാളിൻ്റെയും തുപ്പലിൻ്റെയും കഫത്തിൻ്റെയും പടം. വാള് റെഡിയായി മക്കളെ. ഇരിക്കിരിക്കുക, എല്ലാവർക്കും തരാം. ഇതൊന്ന് ചൂടാക്കിക്കോട്ടെ. ഒരു 5 മിനിറ്റ്. മൈക്കിൾ, ഇരിക്കൂ. നീ ഇപ്പം നല്ലതായിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല. ഇന്നലെ വെച്ച വാളാ. എന്നാ മിണുങ്ങ്. എന്തോടാ ഇതിനകത്ത്? തേങ്ങാക്കൊത്തൊക്കെ കിടപ്പുണ്ടല്ലോ. നോക്കട്ടെ എന്ന് ടേസ്റ്റ്. കിടിലൻ ഫ്ലേവർ. കിടു. അപ്പം ഇതാണ് അടുത്ത ബാങ്കിൻ്റെ പ്ലാൻ. ഇനി ഇതിലേക്കുള്ള ടീമിനെ അറേഞ്ച് ചെയ്യണം. ഇതെൻ്റെ ഷെഫ്. അവൻ മതി. മിടുക്കൻ പയ്യനാ. അവനെ അറേഞ്ച് ചെയ്യും. അപ്പം ഞാൻ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ടൂൾസ് എല്ലാം പോയി റെഡിയാക്കട്ടെ. ഫ്രാങ്ക്ലിനെ വിളിക്ക്. ട്രെവർ, കാര്യങ്ങളൊക്കെ ഡീലാക്ക്. അപ്പം ഞാനെന്നാ പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇവിടെ കിടക്കുന്നോ? ഞാനേട്ടാ, ഞാൻ ഹോട്ടലിൽ ബുക്ക് എടുത്തോളാം. നല്ല ജിബിട്ടം വാള്. ഒന്നുകൂടെ വെച്ചിട്ട് നാളെ തിന്നെ. ഫ്രാങ്ക്ലിൻ മോനെ, പറയടാ.
കുറെ ദുജികന്മാർ നിന്നെ അന്വേഷിച്ച് നടപ്പുണ്ട്. അവന്മാർ ഭയങ്കര ദേഷ്യം കേട്ടോ. ഓ, അത് മറ്റേ ഒനീൽ ബ്രദേഴ്സ് ആയിരിക്കും. മൈക്കിളും ഞാനിവിടെ നിന്നെ കാണാൻ വരുന്നുണ്ട്. ജിമ്മി, ഇത് ഞാനാണ്, മൈക്കിൾ. ഈ മെസ്സേജ് എനിക്ക് കിട്ടിയാൽ അമ്മയും പെങ്ങളെ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ഇന്നാ കവട്ട, നിനക്കെന്തിൻ്റെ സൊക്കേടാ? എന്നാ ശരി, ഒരു KF തരാം. ഞാൻ ഫ്രാങ്ക്ലിനോട് സംസാരിച്ചായിരുന്നു. എന്തിന്? അവൻ നിന്നെപ്പോലല്ല, നമ്മുടെ കാര്യത്തിൽ ടെൻഷനുണ്ട്. അവൻ ഇങ്ങോട്ട് വരുന്നതിൽ പ്രശ്നമില്ല. എടാ മരത്തലയാ, നമ്മളിവിടെ ഹൈഡിങ് ആണ്. ലോസ് ആൻഡോസിലോട്ട് വിളിച്ചിട്ട് നമ്മുടെ ഒരാൾ ഇങ്ങോട്ട് വന്നാൽ അവനെ ട്രാക്ക് ചെയ്തിട്ട് എല്ലാം കൂടി ഇങ്ങോട്ട് വരും. ഞാൻ പോണു, നീ ഹാപ്പി ആയിട്ടിരിക്കും. ഡേയ്, ഞാനും വരുന്നു. കളിപ്പാവാതെ ഈ തീട്ടപ്പറമ്പിൽ നിന്ന് എങ്ങനെയോ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി. ഫ്രാങ്ക്ലിൻ, ഞങ്ങൾ ചോപ്പറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവന്മാരെ ഡീൽ ചെയ്യ്. എടാ മാൻ, വണ്ടി തിരിക്കേ. അവന്മാരുടെ വണ്ടി മറിഞ്ഞു. അവന്മാർക്ക് ജീവനുണ്ട്, കാട്ടിലോട്ട് ഓടിയിട്ടുണ്ട്. പെട്ടെന്ന് പോയാൽ ചോപ്പർ എടുക്ക് തൈരേ. അവന്മാരെ തീർക്കണം. ഹീറ്റ് വിഷനുള്ള ഗണ്ണുണ്ട്, അത് വെച്ച് അവന്മാരെ ഷൂട്ട് ചെയ്ത് കൊല്ലൂ. ഒക്കെ ഒരുത്തൻ വെള്ളത്തിലൊഴുകി നടപ്പുണ്ട്. അടുത്തവൻ ഇവൻ ഒനീൽ ബ്രദേഴ്സിൻ്റെ ആൾ തന്നെ. ഫ്രാങ്ക്ലിൻ, ഒരുത്തൻ അവിടെ ഉണ്ട്, അവനെ തീർക്കണം. ഇല്ലേ അവൻ ഞങ്ങളുടെ ചോപ്പർ വെച്ച് പൊട്ടിക്കും. അവസാനത്തെ തന്നെ തീർന്നിട്ടുണ്ട്. അവിടെ നിൽക്കി, ഞങ്ങളൊന്ന് പിക്ക് ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞു, പൊളിച്ചു. ഒരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്തു. ചോപ്പ് വാ. അമ്മാരുടെ ഗ്യാങ് ഫുള്ള് നമ്മൾ വൈപ്പ് ചെയ്തു. ട്രെവർ, ഞാൻ ഈ വണ്ടി എടുക്കുകയാണ്, ടൗണിലോട്ട് പോവാ. മൈക്കിൾ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇത് ഇൻഅപ്രോപ്രിയേറ്റ് അല്ല, ഇത് നിന്റെ വേറൊരു വാണത്തരമാണ്. ആദ്യം ആ മദ്രോസയുടെ ഭാര്യയെ പിടിച്ചുകൊണ്ട് വന്നു, അത് കഴിഞ്ഞിട്ട് ആ തള്ളയായിട്ട് റൊമാൻസ്. 60 വയസ്സുള്ള കുടുംബസ്ത്രീയാണ് വാണദേവൻ. അല്ലല്ല, 57 ഉള്ളൂ. നിനക്ക് നിന്റെ കാര്യമുള്ളല്ലോ, ഞാൻ എൻ്റെ ഫാമിലി മിസ് ചെയ്യുന്നുണ്ട്. നിർത്തണ പട്ടികളെ. ലോസ് ആൻഡോസിൽ എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപരാധം പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യും. ഓക്കെ, പ്ലാനിലോട്ട് കിടക്കുക. നമ്മൾ പലേറ്റോ ബേയിലോട്ട് പോകുന്നു, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യണം? നീ റിവർ സൈഡിൽ വെയിറ്റ് ചെയ്യണം അവർക്ക് വേണ്ടിയിട്ട്. ഇത്ര ഉള്ളൂ. നിങ്ങൾ 3 പേരും അകത്തോട്ട് എൻ്റർ ചെയ്യും. അവരറ്റാക്ക് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് മാറണം. പിന്നെ എല്ലാവർക്കും ഓക്കെ അല്ലേ? ആണേ വാ, ടൈമില്ല. മക്കളെ, നിങ്ങളുടെ കുറച്ച് സമയം എനിക്ക് വേണം. ഇന്ന് ഇവിടെ പലരും പരലോകത്തോട്ട് പോകും. എല്ലാവരും നിലത്ത് കിടക്ക്, കൈപൊക്കി തിരിഞ്ഞിക്കണ കോമാളി. പണ്ടാരം കിറുക്കന്മാരെത്തി. വാടാ കോമാളികളെ, ബാങ്ക് ഫുള്ള് വളഞ്ഞു കഴിഞ്ഞു. മര്യാദയ്ക്ക് ഇറങ്ങി വരൂ. ദൈവമേ, തൂറാമുട്ടുന്നുണ്ടിട്ടാ. ഡോളമനെത്തി മക്കളെ, വണ്ടി കയറിക്കോ. ഡോളമനെത്തി. നീയൊക്കെ തീർന്നടാ പട്ടികളെ. പണ്ടാരക്കാലന്മാര് ടാങ്കും കൊണ്ടൊക്കെ വരുന്നു. കോമാളികൾ ഉന്നമില്ലേ? വാ, ഇതുവഴി പോയാൽ വൈകുന്നേരത്തിന് പോയാൽ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലാം. ട്രെവർ അവിടെ? അറിയത്തില്ല. എവിടെയെങ്കിലും പോയി ഛർദിന് വാരത്തിറ്റുമോ, അല്ല പട്ടിയുടെ കാട്ടം തിന്നുമായിരിക്കും. അവരത്ര മോശക്കാരനൊന്നുമല്ല. അത് മോശക്കാരനാണ്, പക്ഷെ അവനൊരു നല്ല മനുഷ്യനും കൂടാണ്. അതെ, വളരെ നല്ലവനാണ്. അല്ല, നീ ഏതാ? എന്നെ പറ്റി പറഞ്ഞു വരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ട്രെവറിനോട് പറ, മന്ത്ലി ട്രെയിൻ വരുന്നുണ്ടെന്ന്. എന്ത് ട്രെയിൻ? അതാണ് മന്ത്ലി ട്രെയിൻ. അപ്പൊ നീ എവിടെ പോയി കിടക്കുമായിരുന്നു? കുറച്ച് എയർ ശ്വസിക്കാൻ. ഞാൻ സ്വർണത്തെ പറ്റി പറയുന്നു. ഈ മാസം അടിച്ചു പൊളിച്ച് ചോദിക്കാനുള്ള അത്ര സ്വർണം.
ആ മെക്സിക്കൻ കോമാളിയുടെ അണ്ണാക്കി തിരിയിട്ട് നിനക്ക് സമാധാനമായിട്ട് ടൗണിൽ തിരിച്ചു പോകാനും പറ്റും. പണ്ടാരം വല്ലതും പറയുന്ന പോലെ നടന്നാൽ മതിയായിരുന്നു. പട്ടി അളിഞ്ഞു തൂറിയ മണം. ജന്തുവാടെ ഒന്ന് പോയി കുളിയടേ. വൈക്കല്ല, നീ വരുമ്പോ കുറച്ച് ബോംബ് കൂടെ കൊണ്ടുവരണം. അതെ, നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഇറങ്ങിപ്പോടാ കോമാളി. ഇനി ഞാനാണ് ഡ്രൈവർ. ഓറഞ്ച് കളറുള്ളതിനകത്തെല്ലാം ബോംബ് പ്ലാന്റ് ചെയ്ത് തുറക്കുക. ഡേ കുറെ കോമാളികൾ വരുന്നുണ്ട്. എല്ലാത്തിനെയും പിടിവെച്ചിട്. പെട്ടെന്നാട്ടറ പട്ടി. എന്നെ കവർ ചെയ്ത് ടൈം എടുക്കും. അത്യാവശ്യത്തിന് കളക്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് വാ. കുറെ കോമാളികളെ പറയുന്നുണ്ട്. എല്ലാത്തിനും അടിക്ക്. ട്രവർ, നിന്റെ പരാക്രമം കാരണം നമുക്കങ്ങനെ നല്ല സ്വർണം കിട്ടി. അങ്ങനെങ്കിൽ പോയാലോ? ആ പെട്ടി തുറക്കടാ നായേ. ആ പെട്ടി തുറന്ന് കാണിക്കാൻ പോകുന്നതിന് മുമ്പേ കോപ്പ് എന്നാ കാണ്. കൊള്ളാം, പെർഫെക്റ്റ് ചരക്ക് തന്നെ. എന്ത് പെർഫെക്റ്റ്? ആ മെക്സിക്കൻ കോമാളിക്ക് കൊണ്ട് കൊടുത്ത് പ്രശ്നം തീർക്കാം. നമ്മൾ അവനിത് കൊടുക്കുന്നു, നീ ആ പെണ്ണും പിള്ളയായിട്ടുള്ള ബന്ധമെല്ലാം നടത്തും. ചിലപ്പോൾ നമ്മൾ ലോസ് ആൻഡൽസിൽ വെച്ച് മരണപ്പെടലായിരിക്കും. ആ തൊലിഞ്ഞ സ്ഥലം ഇനി ഞാൻ ജന്മത്ത് കാണത്തില്ല. ഇത് എന്റെ പണിയായിരുന്നു. ഞാൻ കൊണ്ടുവന്ന പ്രൊജക്റ്റാ. മെക്സിക്കൻസായിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് നീയാണ്. ഇത് എന്റെ ജോബാ. നീ നിന്റെ തന്നെ കണ്ടുപിടിക്കേ. നിക്ക്, ആ കേസിങ് നാടാ. നിനക്ക് ഞാൻ കുറച്ചുകൂടെ വലിയ ഓഫർ തരാം. യൂണിയൻ ഡെപ്പോസിറ്ററി. ഞാൻ നടക്കാത്ത കാര്യം പറയാറില്ല, അല്പം പാടാണെന്നേ ഉള്ളൂ. നട പട്ടി പിടിക്ക്. എന്റെ കണ്ണെപ്പോഴും നിന്റെ മേളിൽ കാണും, ഓർത്തോ? ബാക്കി 3 ദുചിക്കന്മാരവിടെ. 6 പേരെ കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? ഇത് 6 പേര് വേണ്ട ജോബാണ്. നീ പറയാന്നല്ലേ പറഞ്ഞേ? അത് ഞാൻ നുണ പറഞ്ഞതാ. എനിക്ക് മിസ്റ്റേക്ക് ഒന്നും പറ്റാറില്ല. എന്തേലും ഓട്ടെ, തൊലിച്ച് ഞങ്ങൾ പോവാ. അവിടെ നിൽക്ക്. നിങ്ങൾക്ക് 3 പേർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ചെറ്റപ്പണിയെല്ലാം ചെയ്യുന്നുണ്ട്. ഇതേപോലുള്ള ദുചികന്മാരെ തീർക്കും. കിടു കിടു. ഞാൻ പണിയിലേക്ക് വരാം. ഏജൻസി ഒരു നെർവ് ടോക്സിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മെട്രോപൊളിറ്റൻ ഏരിയയിലേക്ക് റിലീസ് ചെയ്യാനാണ് അവരുടെ പ്ലാൻ. സോ ഇതുപോലത്തെ ടെറർ പരിപാടികൾക്ക് നല്ല ഫണ്ടിങ് കിട്ടും. അപ്പോൾ വിദഗ്ധമായി പറഞ്ഞാൽ ഒരു വരിയില്ല, ഇത്രേ ഉള്ളൂ. നിങ്ങൾ 2 പേരും കെറ്റവേല്, മൈക്കിൾ ഞങ്ങളുടെ കൂടെ വാ. മൈക്കിൾ, ബോട്ടിൽ കയറുമോ? നീയാ ഓടിക്കുന്നത്. നേരെ സൗത്തിലോട്ട് വിട്ടോ, കുറച്ച് ദൂരേ ഉള്ളൂ. നമ്മൾ ഈ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. മിണ്ടരുത് നായേ. നീ കാണിക്കുന്ന കോണത്തരങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ആ ഗ്യാസ് കട്ടർ എടുത്ത് അത് കട്ട് ചെയ്യും. നിന്റെ സിലിണ്ടർ വെറുതെ വേസ്റ്റ് ആക്കരുത്. കുറെ ദൂരം പോകാനുണ്ട്. ഇതിന് പോയ ഡയറക്റ്റ് ഫെസിലിറ്റിയിലോട്ടുള്ള എൻട്രൻസ് കിട്ടും. അപ്പോൾ പ്ലാൻ എന്തുവാ? ഡേ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ സാധനം ടോക്സിൻ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇവിടുന്ന് എക്സിക്യൂട്ട് ആവുക. കൊള്ളക്കാരനായ അവൻ്റെ വയറ്റിലിട്ട് പിടിവെക്ക്. ഇത് കയ്യിലുള്ളപ്പോൾ ഞാനായിരിക്കും ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മനുഷ്യൻ. പെട്ടെന്ന് റെഫ്രിജറേഷൻ യൂണിറ്റിലോട്ട് വിട്. അപ്പോക്ലിപ്സ് എൻ്റെ പോക്കറ്റിലിരിക്കുന്നു. അത് സേഫായിട്ട് അതിനകത്ത് വെക്ക്. ഓ ഹേയ് മാൻ, എന്തൊക്കെയുണ്ട് മാൻ? ഫാമിലിയെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? പിന്നെ തീർച്ചയായും ഇല്ല, ഒരു വിവരവും ഇല്ല. ഞാനൊന്നും അവരെ പറ്റി കേട്ടിട്ടില്ല. ഓ, അതൊരു നല്ല വാർത്തയല്ലല്ലോ. എന്തായാലും 1 അരമണിക്കൂറിനുള്ളിൽ നമ്മളെല്ലാം തട്ടിപ്പോയി. എന്തോന്നാ മണ്ടന്മാരെ, പുഴക്കരയിൽ നിന്നിട്ട് പിച്ചും പേയും പറയുന്നു. ബി എവിടെ ആയിരുന്നു?
ബിസിനസ് മൈക്കിൾ, ബിസിനസ്. ഞാനൊരു വലിയ കോർപ്പറേഷന്റെ സിഇഒ ആണ്. ഇതൊരുപാട് ടൈം എടുക്കുന്ന പണിയാണ്. ഫ്രാങ്ക്ലിൻ, നിനക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടി വിവരമുണ്ടെന്ന് കരുതുന്നു. ഞങ്ങളിൽ നിന്ന് ഒരു കാര്യം നീ എന്തായാലും പഠിച്ചെടുക്കും: ഇൻസാനിറ്റി. മോനെ, എന്തെങ്കിലും നേടണമെങ്കിൽ നീ എന്റെ കൂടെ നിൽക്ക്. ഈ പാഴന്റെ കൂടെ നിൽക്കരുത്. ഈ വാടം ഒരു മരപ്പാഴനാണ്. നിർത്ത്. അതാണ്ട വരുന്നു പോലീസ് തുചികന്മാര്. പാക്കേജ് റെഡിയാണ്. ചോപ്പർ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഒരു റിഗ് ഫുള്ള് തൂക്കിയെടുത്തുകൊണ്ട് പോകണം. ഈ ചോപ്പറിന്റെ പുറകെ വെസ്റ്റ് കോസ്റ്റിലെ പകുതി ഫോഴ്സും കാണും. ഇതിനൊരു സൊല്യൂഷനേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ പോകൂ. ഞാനിവിടെ പിടിച്ചേർത്തവരെ. FBI സ്പെഷ്യൽ ഏജന്റ്, ഇവനെ തൂക്ക്. പട്ടികളെ, നിന്നെയൊക്കെ ഞാൻ തൂക്കേണ്ടത്. ഞാനൊരു ബുള്ളറ്റ് എടുത്ത്. കോമാളി മണ്ടൻ അവിടെ പെട്ടിരിക്കുക. എസ്കേപ്പ് ആവ്. ഈ ഫ്രാങ്ക്, പറ മനുഷ്യ, കെമിക്കൽ വെപ്പൺ അതിനകത്തുണ്ടോ? അടുത്തവണ നീ വെള്ളത്തിൽ ഇറങ്ങിക്കോളാം. ഇനി നെക്സ്റ്റ് ടൈം ഒന്നുമില്ല. ആ മണ്ടൻ സ്റ്റീവിന്റെ ചുക്കാമണിയിൽ അവന്മാര് കാറ്റടിച്ച് കയറ്റുമായിരിക്കും. ഓടെ, അങ്ങനൊന്നും അറിയത്തില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ലെസ്റ്റർ ആ മെക്സിക്കന്റെ പൈസ മുഴുവൻ കൊടുത്തു. ഇനി ഞാൻ ലോസ് സാന്റോസിലോട്ട് പോവാ. വേണ്ട, ഇവിടെ ഇരി. ഇവരെ മര്യാദയ്ക്ക് നോക്കിക്കോണം കേട്ടടാ നായെ. തീർച്ചയായും അളിയാ, തീർച്ചയായും. ഇല്ലേ നിന്റെ അടുത്ത ചെവി ഞാൻ പറിച്ചെടുക്കും. തീർച്ചയായും, ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്റെ അഹങ്കാരം എല്ലാം കുറഞ്ഞു. നീയും ഞാനും മൈക്കിള്, നമ്മൾ മൂന്നുപേരും കട്ട ചങ്കുകളാ. ഇനിയും നമ്മൾ കണ്ടുമുട്ടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും കേട്ടടാ പട്ടി. അതാണ് വേണ്ടത്. മൈക്കിളിനോട് താങ്ക്സ് പറഞ്ഞെന്ന് പറഞ്ഞേക്ക. ആ സ്റ്റാച്ചു അത് പൊളിയാ. ശരി, ഞാൻ പറയാം. ഹായ്. ചോദിക്കുന്നതിന് മുമ്പേ പറയുക, ഫ്രിഡ്ജ് കേടാണ്. സോറി. കുഴപ്പമില്ല. തൈരും ബിയറാണോ വാളാണോ അതിനകത്ത് വെച്ചേക്കുന്നത് അറിയത്തില്ല. മോനെ, കയറുവാ. ഏജൻസി നമ്മുടെ പുറകെ ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇനിയാണ് ഏറ്റവും വലിയ പ്ലാൻ. വർഷങ്ങൾക്ക് മുമ്പേ 3 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു: മൈക്കിൾ, ട്രവർ, പിന്നെ ലെസ്റ്റർ. ഞങ്ങൾ കൊള്ളയടിച്ചു, കള്ളത്തരങ്ങൾ പറഞ്ഞു. ഒരു തൊലിഞ്ഞ ജീവിതമായിരുന്നു 3 പേർക്കും. പക്ഷെ എപ്പോഴും ഉള്ളിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. 3 പേർക്കും ഒരാഗ്രഹം, ഒരേ ഒരാഗ്രഹം: ഏറ്റവും വലിയ കൊള്ള. അതെ, വലിയ കൊള്ള. തെളിച്ചു പറ കോമാളികളെ. യൂണിയൻ ഡിപ്പോസിറ്ററി. 200 മില്യൺ ഗോൾഡ് ബ്രിക്സ് ആണ് അതിനകത്തുള്ളത്. നമ്മൾ അത് മൂട്ടിച്ചിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും. പുറകെ പോലീസ് ഒഫീഷ്യൽസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ അവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ടാൽ മാത്രം. എന്റെ കരിയർ കൊള്ളയായിരിക്കും അത്. സോ കൂട്ടുകാരെ, എല്ലാരും വണ്ടി കയറുക. നമുക്ക് കുറച്ച് ആൾക്കാരെ സാധനങ്ങൾ ഒപ്പിക്കാറുണ്ട്. നോക്കുമോനെ, അങ്ങോട്ട് നോക്കിയേ. അമ്മറ തൊലിഞ്ഞ പ്രൊട്ടക്ഷൻ. ഒറ്റ ഒരു നമ്മുടെ നാഷണൽ റിസർവ്സിന്റെ പ്രൊട്ടക്ഷന് എന്നാ ചെയ്യാനെന്ന് പറ. ട്രവറിനെ വിളി. പൊള്ളുന്നേ എന്തൊരു ചൂട്. ചോപ്പറിട്. മൈക്കിൾ, കോൺവോയെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ 30 സെക്കൻഡ് ലേറ്റ് ആണ്. അത് ട്രാഫിക്കിനോട് പറ. അവരേതോ ടണൽ വഴിയാണ് പോകുന്നത്. ഏതെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ അടുത്ത് ചെന്നിട്ട് വലിയ തുളയുണ്ടോ നോക്കുക. ഇത് പൊളിക്കുമെന്നാ തോന്നുന്നത്. ലെസ്റ്റർ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാളും പിന്നെ ട്രവറെല്ലാം സ്മൂത്തായിട്ട് ഡീലാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹേയ് മാൻ. തൊലി എന്ത് വേണം? തൈരേ കഴിഞ്ഞ അതിന്റെ ഫ്രണ്ടല്ലേ. എനിക്കൊരു തൊലിയും വേണ്ട. ആരും കമ്പനിക്കില്ലേ? ഫാമിലി തിരിച്ചു വന്നില്ലേ? ഇല്ല.
നീ ഒരു കില്ലറാണ്. നിനക്കറിയാമോ, നീ ആക്ഷൻ കിങ് ആണ്. ഇവിടെ സോഫയെ ഫുൾ ടൈം കുത്തിയിരിക്കുകയല്ല, നീ സീനുണ്ടാക്കുന്നവനാണ്. നീ ഇപ്പൊ കളത്തിലോട്ട് തിരിച്ചു വന്നു മാൻ. നമ്മളും പണ്ടത്തെ ഒരു ടൈമിലേക്ക്. അടുത്ത നമ്മൾ ബ്രാഡിനെ ജയിലിൽ അടിക്കും, പിന്നെ ഫ്രാങ്ക്ലിൻ, പിന്നെ നമ്മുടെ ലെസ്റ്റർ. ഇവരൊക്കെ നമ്മുടെ ശക്തികളാണ്. എനിക്കിതൊക്കെ നിർത്തിയിട്ട് ഫിലിം പ്രൊഡക്ഷനിലോട്ട് കിടക്കണമെന്നാണ് ആഗ്രഹം. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ജോബായിരിക്കും. നമുക്ക് നിർത്താനാവില്ല. എനിക്കൊരു ഫാമിലി ഉണ്ട്, നിനെക്കൊണ്ട് എനിക്കൊരു തൊലിയില്ല. ഞാനുണ്ടല്ലോ, നീ അന്ന് ഞങ്ങളെയൊക്കെ പറ്റിച്ച് ഞാൻ മറന്നിട്ടില്ല. നിന്റെ മരണം, അതോടെ നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അന്ന് നിനക്ക് പകരം അവിടെ കുഴിച്ചിട്ടതാരെയാ? ഞാനത് ആലോചിച്ചിട്ടില്ല. കള്ള പട്ടി തീട്ടവേ, ഞാൻ നോക്കട്ടാ. നീ തീർന്നു. ട്രവർ, നീ എവിടാ പോകുന്നത്? നിനക്കറിയാലോ, നീ അവിടെ വരെ പോകേണ്ട കാര്യമില്ല. നീ വീട്ടിൽ തിരിച്ചു പോവാ, ഞാൻ സമാധാനത്തോടെ പറയാം. മൈക്കിൾ, നീ ഇനിയും പറയുന്ന ഒരൊറ്റ നുണ പോലും ഞാൻ വിശ്വസിക്കില്ല. ഇവിടെ നിൽക്കുന്നവരെ പറ്റി ഒരു ആത്മാർത്ഥതയില്ലാത്ത നായ. മൈക്ക്, നീ ഇനി എത്ര നാള് കള്ളം പറയും? ഇതെപ്പോഴാണ് അവസാനിക്കുന്നത്? എന്തൊക്കെ മൂടി വെച്ചാലും അത് ഒരു നാൾ പുറത്തു വരും. നീ അന്ന് കുഴിച്ചിട്ടതാരെയാ നിന്ന് ഞാൻ കണ്ടുപിടിക്കും. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ബ്രാഡിന് വെടികൊണ്ടതാണ് നീ അന്ന് കണ്ടതല്ലേ? നിന്റെ പ്ലാനിൽ നടക്കാഞ്ഞത് 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമെന്ന് നീ വിചാരിച്ചില്ല, അതല്ലേ? നീ മരിച്ചെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങൾ ഒരുപാട് കരഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് മിസ് ചെയ്തിരുന്നു. ട്രവർ, എനിക്കൊരു ഫാമിലി ഉണ്ട്. നമ്മളെല്ലാരും ഒന്ന് തട്ടിപ്പോയനെ. ഇവൻ മരിച്ചതുപോലെ പട്ടി പരമ നാറി നായിന്റെ മോനെ. വെടിവെക്കളാ നായെ. ആരാവിടെ? കോപ്പി. ട്രവർ ഫിലിപ്സ്, മിസ്റ്റർ ചെങ് പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ വന്നത്. ഞാനല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള്. ഇവൻ ട്രവറിന്റെ ആളാ. ഇവനെ പൊക്കിക്കോ. ഇറങ്ങണ നായി വെളിയില്. നിനക്കിനി പോകാനെങ്കിലും സ്ഥലമില്ല. ഓക്കെ, ഞാൻ ഇറങ്ങുന്നു. കാറിന്റെ വെളിയിൽ ഇറങ്ങൂ. ഹായ് ലേഡീസ്. മവനെ, ഞാൻ തിരിച്ചു വന്നു. ഹ്, അവേ ഉണ്ട താഴെ ഇടിച്ചു. ഫ്രണ്ട് താഴെ ഇടിച്ച് വീഴുമ്പോ കിടന്ന് ചിരിക്കുന്നോടാ കോമാളി. ഇത് ആദ്യം കുറച്ച് തമാശയായിരുന്നു. സോറി, അറിയാതെ ചിരിച്ച്. നീ എന്തായാലും തെന്നിയടിച്ച് വീണു. പോയി. പോയ ഓറ ഇനി ആന പിടിച്ചാലും കിട്ടത്തില്ല. തൈര് ഓട്ടെ, വാ, എല്ലാം സോളവാക്കാം. ഹാ കോമാളി, മണ്ടൻ പ്രാങ്ക്. ഓക്കെ, സമ്മതിച്ചു. ഞാൻ മൈക്കിളിനെ പറ്റി പറയാനാ വന്നത്. മൈക്കിളോ? പരക്കോമാളി എവിടെയും പോയി ചാവട്ടെ. മൈക്കിളിനെ ആരോ തൂക്കിയടേ. മൈക്കിളിനെ കുറെ ചൈനക്കാര് പിടിച്ചോണ്ട് പോയിരിക്കുകയാണ്. എന്നെ തപ്പിയാണ് വന്നത്. പക്ഷെ എന്റെ ആളാണെന്ന് വിചാരിച്ചമാര് മൈക്കിളിനെ തൂക്കിക്കൊണ്ടുപോയി. ഇനിയിപ്പം വെളിയിറക്കാനൊക്കെ ഭയങ്കര പാടാ. ബ്രോ, നിങ്ങളിങ്ങനെ ഇനി ആ കോമാളി ജീവനോടെ കണ്ടാൽ അവനെ ഞാൻ തന്നെ തപ്പും. ഇനി ആ മരത്തലേന്റെ കാര്യം ഇവിടെ മുന്നേക്കല്ലേ. എന്താടാ വട്ടി? ഒന്നുമില്ലെന്നോ? കോമാളി. ട്രവർ എന്താണ് പറയുന്നത്? ഒരു ചൈനീസ് ഗ്യാങ് മൈക്കിനെ പിടിച്ചോണ്ട് പോയിരിക്കുകയാണ്. ട്രെവറിന്റെ ആളാന്നും പറഞ്ഞ് പിടിച്ചോണ്ട് പോയിരിക്കുന്നത്. മിക്കവാറും തട്ടും. പെട്ടെന്ന് പോയി രക്ഷിക്കണം. മൈക്കിന്റെ ഫോൺ മുമ്പേ ഓൺലൈൻ ആയിട്ടുണ്ട്. ലൊക്കേഷൻ ഞാനിപ്പോ ഇടാം. നിന്നോടൊക്കെ പറഞ്ഞില്ലടാ പട്ടികളെ, അവനും ഞാനായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഞങ്ങൾക്കെല്ലാം അറിയാം കോമാളി. ഓടാ പപ്പടത്തലയിലും കടുകുമോറ. ദൈവമേ, ഈ മണ്ട ശിരോമണിയെ മുക്കിക്കൊല്ല്. ട്രെവർ വരുന്ന ലക്ഷണം കാണുന്നില്ല. അരുത്.
ഫ്രാങ്ക്ലിൻ, നീ എങ്ങനെ ഈ വിവരം അറിഞ്ഞോ? മെഷീൻ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ കുടലും പൊണ്ടം വിളി വരും. പെട്ടെന്ന് വാ. ട്രവർ, നീ കോമാളിയെ രക്ഷിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ലേ? ഒരുപാട് പേര് ഇനിയും വരുന്നുണ്ട്. എനിക്കൊരു കണ്ണുതാ. എന്നാ പിടിച്ചോ. ഹുമ്മേ. ഓ, നടുപോയി. പെട്ടെന്ന് വണ്ടിയുടെ ആ കോമാളികൾ പുറകെയുണ്ട്. ട്രവർ എന്നോടെല്ലാം പറഞ്ഞു. നിങ്ങൾ അവിടെ സെമിത്തേരി വെച്ച് അടിയുണ്ടാക്കിയത് ഇവന്മാര് പിടിച്ചോണ്ട് പോയതൊക്കെ. അപ്പൊ ശരി മോനെ, കാണാം. അല്ല, നീ അകത്തോട്ട് വരുന്നില്ലേ? എന്തോത്തിനകത്തിരുന്നിട്ട് ഭ്രാന്ത് പിടിക്കാന്? ശരിക്കും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ? എനിക്കതറിയണം. അത് പണ്ട് എനിക്ക് എന്റെ ഫാമിലിക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്തതാണ്. എന്ത് ചൂസ് ചെയ്യണമെന്ന് അറിയാതെ. ഒന്നുകിൽ ഫ്രണ്ട്സിന് ഒറ്റ കൊടുക്കണം. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത കുറെ പ്രാന്തന്മാരുടെ കൂടായിരുന്നു ഞാൻ നടന്നത്. അപ്പൊ ഞാൻ എന്റെ ഫാമിലിയെ ചൂസ് ചെയ്തു. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ അതായിരുന്നു എന്റെ ഓപ്ഷൻ. എന്തായാലും ശ്രദ്ധിച്ചിരിക്കെ, ട്രവർ നിന്നെ തട്ടും. ഫ്രാങ്ക്ലിൻ, നീ എങ്ങനെ ഈ വിവരം അറിഞ്ഞോ? മെഷീൻ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ കുടലും പൊണ്ടം വിളി വരും. പെട്ടെന്ന് വാ. ട്രവർ, നീ കോമാളിയെ രക്ഷിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ലേ? ഒരുപാട് പേര് ഇനിയും വരുന്നുണ്ട്. എനിക്കൊരു കണ്ണുതാ. എന്നാ പിടിച്ചോ. ഹുമ്മേ. ഓ, നടുപോയി. പെട്ടെന്ന് വണ്ടിയുടെ ആ കോമാളികൾ പുറകെയുണ്ട്. ട്രവർ എന്നോടെല്ലാം പറഞ്ഞു. നിങ്ങൾ അവിടെ സെമിത്തേരി വെച്ച് അടിയുണ്ടാക്കിയത് ഇവന്മാര് പിടിച്ചോണ്ട് പോയതൊക്കെ. അപ്പൊ ശരി മോനെ, കാണാം. അല്ല, നീ അകത്തോട്ട് വരുന്നില്ലേ? എന്തോത്തിനകത്തിരുന്നിട്ട് ഭ്രാന്ത് പിടിക്കാന്? ശരിക്കും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ? എനിക്കതറിയണം. അത് പണ്ട് എനിക്ക് എന്റെ ഫാമിലിക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്തതാണ്. എന്ത് ചൂസ് ചെയ്യണമെന്ന് അറിയാതെ. ഒന്നുകിൽ ഫ്രണ്ട്സിന് ഒറ്റ കൊടുക്കണം. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത കുറെ പ്രാന്തന്മാരുടെ കൂടായിരുന്നു ഞാൻ നടന്നത്. അപ്പൊ ഞാൻ എന്റെ ഫാമിലിയെ ചൂസ് ചെയ്തു. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ അതായിരുന്നു എന്റെ ഓപ്ഷൻ. എന്തായാലും ശ്രദ്ധിച്ചിരിക്കെ, ട്രവർ നിന്നെ തട്ടും. എന്തൊക്കെയുണ്ട്? ഒന്നിന്റെ കുറച്ച് കണക്കൊക്കെ എഴുതുമായിരുന്നു. എന്താ വിഷമിച്ചിരിക്കുന്നേ? ഓ, അത് നമ്മുടെ ട്രവർ സീന കുറച്ച് പ്രശ്നങ്ങളുണ്ട് തമ്മി. ബ്രാഡിനെ പറ്റിയാണോ? അതെ. അല്ലാതെന്തുവാ? യൂണിയൻ ഡിസ്പെട്ടറിയിലുള്ള മിഷൻ എന്തായാലും ഹോൾഡ് ചെയ്ത് വെക്കാം. അത് ട്രവറില്ല, നടക്കത്തില്ല. കാലം കഴിവേറി പാട്ടി നാറി കയറി വരാൻ കണ്ട നേരെ സ്റ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ്. മൈക്കിൾ, ഞങ്ങൾക്ക് ഹെൽപ്പ് വേണോ? ഈ ഒറ്റ കാര്യം കൂടെ ചെയ്താൽ പിന്നെ ഞങ്ങൾ പൊക്കോളാം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നിന്നെ വെടിവെച്ചിട്ട് ഞങ്ങൾ ജയിലും. എല്ലാം പറഞ്ഞ ഊനിന്മേ കുരു അടുത്ത കാലം കയറി വന്നു. ഞങ്ങളുടെ ബ്യൂറോയിൽ കുറെ അമ്മമാരെ ഞങ്ങൾക്കിട്ട് പണിയാൻ സാധ്യതയുണ്ട്. അവന്മാരെ കുറച്ച് തെളിവുകളുണ്ട്. അതിന് ബിൽഡിംഗ് കയറി അത് മുഴുവൻ നശിപ്പിക്കണം. അത് ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഫിസിക്കൽ സ്റ്റോറേജാ. ഇതായിരിക്കും ഞാൻ അവസാനമായിട്ട് ചെയ്യാൻ പോകുന്നവർക്ക്. തീർച്ചയായും ഞാൻ വാക്കിന് വിലയുള്ളവനാണ്. ഹാർവി, ആ യൂണിഫോം ഒരെണ്ണം കൂടെ വേണം. നീ ആരാ? ഞാൻ നല്ല ഉദ്ദേശങ്ങൾ മാത്രമുള്ള ഒരു മനുഷ്യനാണ്. മര്യാദയ്ക്ക് പറയുന്ന കേട്ടാൽ പോക്കറ്റ് അടച്ച് പൈസ ആക്കിയിട്ട് ഒരു വെക്കേഷനും സെറ്റ് ചെയ്ത് തരാം. വേറെ ഞാൻ 2 ജോലി ചെയ്യുന്നുണ്ട്. എനിക്കിപ്പം ഒരെണ്ണത്തിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാ കൊണ്ടുപോകും. എടുക്കാൻ അപ്പം പേടിയുണ്ട്. അപ്പൊ ശരി, കാണാം. ഹേയ് ഹേയ് മാൻ, എന്താണ് പ്രശ്നം? സ്റ്റീവ് ഹെയ്ൻസ് ആണ് പ്രോബ്ലം. തീർച്ചയായും എപ്പോഴും സ്റ്റീവ് ഹെയ്ൻസ് തന്നെ, അല്ലെങ്കിൽ ട്രവർ. ഞാനാണ് ഒരു ദുരന്തം ഫാമിലി നയിച്ചുകൊണ്ട് പോകുന്ന ഭ്രാന്ത് പിടിച്ച ഫ്രണ്ട്സ് ഉള്ളൊരുത്തൻ. ഹേയ് ഫ്രാങ്ക്ലിൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വാണമാന്ന്. എന്നെ കണ്ട് പഠിക്കരുത്. ആ, എന്തേലും ആട്ടെ. FIB ബിൽഡിങ്ങിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് വേണം. അതിന് അതിന്റെ ആർക്കിടെക്ചറൽ പ്ലാൻസ് നമുക്ക് ആവശ്യമുണ്ട്. ആർക്കിടെക്റ്റിന്റെ പേര് ചിപ്പ് പീറ്റേഴ്സൺ. ഫ്രാങ്ക്ലിൻ, നീ പോയി അവനെ നിരീക്ഷിക്കേ. ഓക്കെ ശരി, കുളമാക്കരുത്. അവന്റെ പുറകെ തന്നെ പൊക്കോ. എന്നിട്ട് പ്ലാൻ അടിച്ചു മാറ്റണം.
എന്താ ഇവിടെ? എന്താ ഈ കാര്യങ്ങൾ? പ്ലാനൊക്കെ കിട്ടിയോ? കിട്ടിയെന്നാ താങ്ക് യു. നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. പുതിയ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കണ്ടെയ്ൻമെന്റ് മോഡിലോട്ട് പോകും. അതായത് ഹോം വിലുക്കോ മിന്നലോ എന്തെങ്കിലും വിഷയം, നമ്മൾ കുറച്ച് ബോംബ് വെച്ചിട്ട് അത് ട്രിഗർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഹാക്കിങ്, നമ്മൾ എയർ വഴി അവിടെ ചെന്നിട്ട് സംഭവം എല്ലാം ഹാക്ക് ചെയ്തിട്ട് എടുക്കുന്നു. സോ ഒരു കറപ്റ്റ് ഗവൺമെന്റ് ഓഫീസേഴ്സ് റൺ ചെയ്യുന്ന ഒരു ഓഫീസ് നമ്മൾ ബോംബ് വെച്ചിട്ട് ട്രിഗർ ചെയ്യാൻ പോകുന്നത് നടക്കുന്ന കാര്യമാണത്. ബോംബ് വെക്കുന്ന പരിപാടിയാണെങ്കിൽ മൈക്കിൾ മുമ്പ് എടുത്തോണ്ട് വന്ന ജാനിറ്ററിന്റെ യൂണിഫോം യൂസ് ചെയ്യുക. രാത്രി വർക്കേഴ്സൊക്കെ ഓഫായിട്ടിരിക്കുന്ന ടൈമിൽ മൈക്കിൾ കയറി ബോംബ് പ്ലാൻ ചെയ്യുന്നു. പിന്നെയുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞ ഹാക്കിംഗ്. ഏത് വേണമെന്ന് ഇപ്പം ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഹാക്കിങ് തന്നെ. അതിനു വേണ്ടിയിട്ടുള്ള ക്രൂവിനെ കൂടെ റെഡിയാക്കണം. ഇപ്പോഴും ഞാൻ യൂണിയൻ ഡിസ്പോർട്ടറി മിഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിനക്കറിയാലോ, അത് ട്രവറില്ലാതെ നടക്കത്തില്ല. നമ്മുടെ ഹെൽപ്പില്ലാതെ ട്രവറിനും അത് ചെയ്യാൻ പറ്റത്തില്ല. ഹലോ കൂട്ടുകാരാ, ഇത്ര തിരക്കിട്ടെന്തോ തപ്പുന്നത്? അതെ, ഞാനല്ല ഉടനെ ചാവാൻ പോകുന്നത്. ട്രെവറിനെ തപ്പിയല്ലേ അടങ്ങുന്നത്. അത് ചെറുപ്പത്തിൽ ചെയ്ത കുറെ മണ്ടൻ തീരുമാനങ്ങൾ കാരണം എന്തൊക്കെ അപരാധങ്ങളാണ് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത്. കുറെ പേരെ തട്ടി, കുറെ മോഷ്ടിച്ച്, ഫീൽഡ് ഔട്ട് ആയെങ്കിലും ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് കാണോ? ആ ശരി, ഓക്കെ. ആ, എന്താടാ ഇപ്പൊ സത്യങ്ങളൊക്കെ തുപ്പുന്നേ? എനിക്കിതത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്നാ ഞാൻ നിനക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യം പറയാം. നീ നല്ല മനുഷ്യനാണ്, ഒന്നും വിചാരിക്കണ്ട, എല്ലാം ഓക്കെയാണ്. നിനക്ക് നല്ലൊരു ഫാമിലി ഉണ്ട്, നീ നല്ലൊരു ഫാദറാണ്. എടി, എന്തുവാണ് ഇവിടെ കൊണ അടിച്ചുകൊണ്ടിരിക്കുന്നത്? വെറുതെ സമയം കളയാതെ. ആ FIB ബിൽഡിങ്ങിലെ പണി ഇപ്പോഴങ്ങ് തീർത്തേക്കാം. അതിനി വെച്ചോണ്ടിരിക്കണ്ട, ലാഗ് അടിക്കണ്ട. വാ, അതം കഴിയട്ട്. ഇവിടുന്ന് എടുത്ത് ചാടിയാല് നേരെ മേളോട്ട് പോവും. റിസ്ക് പിടിച്ച പരിപാടിയാണ്. വേറെ ഓപ്ഷൻ ഇല്ല. കയറ് കെട്ടിട്ട് ബിൽഡിങ്ങിലോട്ട് എടുത്ത് ചാട്. ഡയറക്റ്റ് എലവേറ്റർ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും എളുപ്പം ഇങ്ങനെ ഇറങ്ങാനാണെന്ന് തോന്നുന്നു. അമ്മേ, ഉണ്ട തന്നെ ഡയറക്റ്റ് സൈൻസിലടിച്ച്. ആ, ഞങ്ങളകത്തുണ്ട്. ഇതിനകത്താണോ ഹാക്ക് ചെയ്യണ്ടേ? പ്രസ് സെന്റർ ടു ഹാക്ക് കാണുന്നില്ലല്ലോ. മേജർ ശ്രീകുമാറിനെ വിളിക്കേണ്ടി വരുമോ? പെട്ടെന്നുണ്ടാക്ക്, ഇവിടെ FIB കോമാളികൾ വന്നു തുടങ്ങി. FIBയുടെ ചോപ്പർ നമ്മുടെ ചോപ്പറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. 16ന്റെ പണി കിട്ടി മക്കളെ. എനിക്കിവിടെ കിടന്ന് ചാവാൻ പറ്റത്തില്ല. എസ്കേപ്പ് ആവും. ഇവിടുന്ന് പുറത്ത് കടന്നിരിക്കും. എല്ലാരും റോപ്പ് ടൈറ്റ് ആക്കിയിട്ട് ചാട്. താഴോട്ട് നോക്കണ്ട. ആംബുലൻസ് അതിനകത്ത് കയറി രക്ഷപ്പെടാം. ഫ്രാങ്ക്ലിൻ, ദൈവമേ, വെയിറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ സ്ഥലം കൂടെ കത്തിച്ചേന്. എന്തായാലും നമ്മളത് ചെയ്ത്. അതെ, നമ്മളെല്ലാരും കൂടെ. ഡൈ, ഇങ്ങനെ കുപ്പി അവിടെ. കുപ്പി കുപ്പി ഇവിടെ തരാം. എന്നാ പിടിച്ചോ. മൈക്കിൾ, കാര്യം നീ ഒരു പമ്പര തോൽവിയാണെങ്കിലും ഒരു FIB ബിൽഡിങ് നിന്റെ കൂടെ അല്ലാതെ വേറെയും കൂടെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് കറക്റ്റാ. സോ ഇനി വേണ്ടെന്നാണോ പറയുന്നത്? വേണ്ട വേണ്ട, ഇത് കുടിച്ച് മറിയാൻ പറ്റത്തില്ല. കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ ഡേവിയെ പോയി കാണണം. ഇത് ഇന്നത്തോളം നിർത്തണം. ഫ്രാങ്ക്ലിൻ വരണ്ട, ഞാൻ തന്നെ പോയി ചെയ്യാം. നമ്മളെല്ലാവരും ഇതിലുള്ളതാണ്. ഈ ട്രെവറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യും. ഇത് കഴിയട്ടെ, ഞാൻ അത് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കണം. ഫ്രാങ്ക്ലിൻ, കമത്ത്, നമുക്ക് കുത്തി പറിക്കാം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ബ്യൂറോയിൽ പോയി അലമ്പുണ്ടാക്കി. ഡേവിഡ്, ഇനി ഞങ്ങളെ ഒന്നിനും വിളിക്കരുത്. എല്ലാം കഴിഞ്ഞു. മൈക്കിൾ, കോഡ് സെന്ററിൽ വരുമോ? നമുക്ക് സംസാരിക്കാം. ഇനി നിങ്ങൾ പറയുന്ന ഒരു ജോലിയും ഞാൻ ചെയ്യില്ല. മൈക്കിൾ, ചെറിയൊരു പ്രശ്നം കൂടുണ്ട്, പെട്ടെന്ന് വാ. ആ ഡേവി, പരമ ചെറ്റ, എന്താ നിനക്ക് പറയാനുള്ളത്? നമ്മൾ സംസാരിച്ചതിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. നിനക്കെങ്ങനെ വലുതും പറയാം. സ്റ്റീവ്, ഞാൻ മൈക്കിളിനെ പറഞ്ഞ് മനസ്സിലാക്കി. നീ എന്റെ കരിയർ നശിപ്പിച്ചു. തൈ കോമാളി അറസ്റ്റ് ചെയ്യും.
എന്തോന്ന് എന്നെ അറസ്റ്റ് ചെയ്യാൻ? എന്താ കോമഡിയോ തമാശയല്ല. ഈ നാട്ടിൽ നടക്കുന്ന തോന്നിവാസം അപരാധം എല്ലാം നിന്റെ തലയിൽ കിട്ടിയൊക്കെ ചെയ്യും. മോനെ കളിക്കല്ലേ. കോർട്ടിൽ പോയി എല്ലാ അപരാധത്തിനും തെളിവ് ഞാൻ കാണിക്കും. എൻ്റെ കയ്യിൽ എല്ലാ തെളിവും ഉണ്ട്. സ്റ്റീവ്, നീ ഒരു കിണ്ടിയും ചെയ്യാൻ പോകുന്നില്ല. കാര്യങ്ങൾ മൈക്കിളിനോട് ഡീൽ ചെയ്യാമെന്ന് ഞാനാണ് പറഞ്ഞത്. നീ പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്ക് എല്ലാവർക്കും ആണ് അത്. ഓക്ക് താഴെയിട കോമാളികളെ. ഇവന്മാരൊക്കെ ഏതാ? എൻ്റെ ആൾക്കാരാ. അമ്പട തച്ചുപൊളി. നീയും കൂടെ നിന്ന് കുതുകാരി വെട്ടിയ എല്ലാത്തിനും തീർക്കും ഞാൻ. അണ്ട് ചോപ്പറും ഉണ്ടോ? Same goddamn leg! ആരുടെ ഓർഡറാ കുട്ടികളെ? ഞാൻ താഴോട്ട് പോവാണ്. കോർട്ടയാടി വെച്ച് മീറ്റ് ചെയ്യാം. പോണ്ടാരം തൊലിച്ച് എന്റെ കാലിലെത്തി. നീ ഇന്ന് കാലിന്റെ അടുത്ത് പോടാ നായേ. താഹിർ, നിന്നെ ആരെങ്കിലും കൊല്ലുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കോടാ ട്രവർ. ഈ ജോലി തീർത്തിട്ടല്ലേ പോകത്തുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞു. നീ എന്തുവരെ വലിച്ചു കയറ്റുന്നേ? മൈക്കിൾ, നമുക്കിനി ഒരുപാട് കാലം ജീവിക്കാനുണ്ട്. ഒരേ ഒരു ലാസ്റ്റ് മിഷൻ, നമ്മളെല്ലാ കാലം ആഗ്രഹിച്ച മിഷൻ. അത് നന്നായിട്ട് നടന്നാൽ എനിക്ക് നിന്നെ കൊല്ലേണ്ട ആവശ്യമില്ല. പക്ഷെ അത് കുളവായാൽ ഞാൻ നീ നരകത്തി വെച്ച് കാണും. ഞാൻ എന്ത് നിന്റെ കുണ്ടി കയറും. ലെസ്റ്ററിനെ വിളിക്കേ, എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുക. സ്പീക്കറിലിടുക. Of course, I'll be right over. വരൂ, കയറി വരൂ. നന്ദി. കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് മൂവി ബിസിനസ്സിന് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? കൂട്ടുകാരാ, ഒരു ആർട്ടിസ്റ്റിന്റെ ട്രെയിനിങ് ഇല്ലായിട്ടും നീ ഇത്ര കിടിലനായിട്ടെല്ലാം ചെയ്തു. ഈ ഓവർ ക്വാളിഫൈഡ് ആണ് പോലെ. ഇത് അങ്ങോട്ട് നോക്ക്. അസോസിയേറ്റ് പ്രൊഡ്യൂസർ മൈക്കിൾ ഡി സാന്റ. ദൈവമേ, എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? സാധനം ജീവിതത്തിൽ എന്തോ നല്ല കാര്യം ചെയ്തതുപോലെ തോന്നുന്നു. ഒരു സിനിമ ബിസിനസ്സിലേക്ക്, യഥാർത്ഥ ബിസിനസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷം തോന്നുന്നുണ്ട്. മോളൂസേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനെങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തു, ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. മെസ്സേജ് കാണുവാണ്, എന്നെ വിളി. ഡേയ്, എന്ത്? ആരാത്? ഓ, ആയിരുന്നോ? സോറി, എന്റെ കാര്യം ഇപ്പം മഹാ തൊലിഞ്ഞിരിക്കുകയാണ്. ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. ചില സമയത്ത് താനൊരു ഭ്രാന്തനെ പോലാണ് പെരുമാറുന്നത്. പക്ഷെ എനിക്കിപ്പോ തന്റെ കാണാത്തതിൽ നല്ല വിഷമമുണ്ട്. താനിപ്പം വെള്ളം പിടിച്ച് ഭ്രാന്ത് പിടിച്ച് കിടക്കുക. എനിക്കൊരു കാറ് മേടിച്ചു തരാം. എന്തോന്നു? അല്ല, അങ്ങനല്ല. എനിക്കൊരു ജോലി കിട്ടിയാൽ ഞാൻ ഈ വലിയും കുടിയൊക്കെ നിർത്തിയത്. ഐ ലവ് യു സൺ. ഒരു ജോലി മേടിക്കേ. ഇപ്പൊ എന്റെ കയ്യിൽ കാറിനുള്ള ഫണ്ടില്ല. മിക്കവാറും 2-3 ആഴ്ച കൂടെ കഴിഞ്ഞാൽ ഞാൻ തട്ടിപ്പോവും. ഏയ്, അമ്മ എവിടെ? കുഴപ്പമൊന്നുമില്ല. അവർക്ക് നല്ല ദേഷ്യമുണ്ട്. അച്ഛൻ ഇങ്ങനെ കൂസലില്ല നടക്കുമല്ലെന്ന് അമ്മയെ പോയി ഒന്ന് തെളിയിക്കണം. അപ്പൊ ആ വണ്ടി എടുക്കുക, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഹായ് അമ്മാൻഡ. ഈ രുചികനോടുണ്ടോ? മൈകൾ, അമ്മാൻഡ വരൂ, നമുക്കിവിടുന്ന് പോകാം. മുണ്ടായിരിക്കടാ കുതിരത്തലയൻ മാങ്ങാക്കുണ്ടി പോലെ. എന്റെ ഭാര്യയുടെ അടുത്ത് കുറച്ച് റെസ്പെക്ട് കാണിക്കും. ബീഫും മുട്ടയും കഴിച്ച് തനിക്ക് മലബന്ധമാണെന്ന് തോന്നുന്നു. എന്തൊരു ദേഷ്യം. ഒറ്റത്തവണ ഞാൻ മര്യാദയ്ക്ക് ചോദിക്കും. മൈകൾ, അവന്റെ തല അടിച്ചു പൊളിക്ക്. എല്ലാം മൂളൂസ് പറയുന്ന പോലെ ഇങ്ങോട്ട് താവിടുന്നുണ്ടാ. ചത്തോ കോമാളി. ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ട. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് എന്താ പറയാനെന്ന് വെച്ചാൽ, ഇങ്ങേര് തന്തപ്പടി ആളൊരു വാണം രുചിക്കൻ തോൽവിയൊക്കെയാണ്. എനിക്കൊരു മാപ്പ്. ഡോക്ടറിന്റെ അടുത്ത് വെച്ച് എല്ലാരും മീറ്റ്. ഓക്കെ, ഞാൻ റെഡിയാ. എല്ലാരെയും വിളിക്കാം. ഞാൻ പോയി ട്രേസിയെ കൂടെ വിളിച്ചിട്ട് വരാം. സോളമൻ, പടം ഹിറ്റ്, പടം ബമ്പർ ഹിറ്റ്. എല്ലാ കോമാളികളും മുൻസി.
മിസ്റ്റർ റിച്ചാർഡ്സ് ഒരു സെക്കൻഡ്. ഞാൻ ലാസ്ലോ. ഞാൻ ചെറിയ ചെറിയ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. മനസ്സിലായി. നീ എന്നെ കാണാൻ വരണം. നിനക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ പ്രൊജക്റ്റ് ഉണ്ട്. കിടോ സ്കിബിഡി ടോയ്ലറ്റ് എപ്പിസോഡ് 5 ഞങ്ങൾ ഇറക്കാൻ പോവാണ്. അതിൽ ടോയ്ലറ്റ് ചെയ്ത് പോയിരുന്നു. കോപ്പ് കട്ട് ചെയ്തത് താണ്ടാ സുജിൻ ജോസ് പെരേര. ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ്. വലിയ സൂപ്പർ സ്റ്റാറൊക്കെ ആയല്ലേ. അങ്ങനെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. കിടു നിങ്ങൾ 5 കെട്ടിപ്പിടിച്ച് കരയുന്ന സീൻ കണ്ടിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞു പോയി കേട്ടോ. ഇത് വലിയ ശല്യമാണല്ലോ. മാറിക്ക് കോമാളി. ഞാൻ വൈകിയില്ലല്ലോ. പിന്നെ ആരാടാ കോമാളി ഇവിടെ ക്ഷണിച്ചേ? എജ്ജാതി പടം കിടിലം പടം. വൈഫും പിള്ളേരും വീട്ടിലൊറ്റയ്ക്കല്ലേ? ജിമ്മി പെട്ടെന്ന് എന്തോ പണിയുണ്ട്, വീട്ടിലോട്ട് പോ. അതാ അവൻ പറഞ്ഞത്. അവർ ട്രബിളാണ്, പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം. പട്ടികളെ എല്ലാത്തിനെയും കൊല്ലൂടാ. രക്ഷിക്കൂ. മൈക്കിൾ, ട്രെസി മുകളിൽ. കാലം ചത്തു. ബാക്കിയുള്ളവന്മാരെല്ലാം കണ്ടുപിടിക്കേ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഇരിക്കേ. മൈക്ക് സൂക്ഷിക്കുക. എന്നെ പറ്റി പേടിക്കണ്ട. നിക്കടാ കോമാളിയോടെ. കിട്ടിപ്പോടാ പന്നി. നിങ്ങൾ പേടിക്കണ്ട. ഹമ്പടാ തല. ഇവനേതാ? മാറിക്കടാ കോമാളി. എന്തൊരു നാറ്റം. ഞാൻ വെച്ചത് മറ്റവനാണ്. അങ്ങനെ ആൾക്കാരുടെ മോന്ത കയറി ഇരിക്കുവാടാ നീ. മാറിക്ക്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഫോൺ കോൾ ചെയ്യാനുണ്ട്. എൻ്റെ വീട്ടിലാണ് ലെസ്റ്റർ, എൻ്റെ വീട്ടിൽ. സമാൻ്റെയോടും പിള്ളേരോടും ഇച്ചിരി മാറി നിൽക്കാൻ ഞാൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞു. അവന്മാർക്ക് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓരോ കാരണം തപ്പി കിടക്കുക. ആ ഡെവിൻ വിൻസ്റ്ററും ഉണ്ട് എൻ്റെ പുറകെ. ലെസ്റ്റർ, ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. അവരെൻ്റെ ഫാമിലിയുടെ പുറകെ ഇപ്പം കളിക്കുന്നത്. ഓക്കെ, എനിക്കിപ്പോൾ എന്തോ പറയണ്ടെന്ന് അറിയത്തില്ല. യൂണിയൻ ഡെസ്പെക്ടറി ഹേസ്റ്റിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ലില്ല, അതിലൊരു മാറ്റവും ഇല്ല. അതെൻ്റെ വർഷങ്ങളായിട്ടുള്ള ഡ്രീമാണ്. എടുക്കൽ സ്ട്രിപ്പ് ജോയിൻറ്റിലോട്ട് വാ, ഞങ്ങളവിടെ ഉണ്ട്. പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുക. മൈകൾ, ഞങ്ങൾ പേടിച്ചിരിക്കുവാന്. ഇനി അവർ വരുമോ? അമ്മാണ്ട, ഇനിയും പേടിക്കണ്ട. അവന്മാരിനിയും ഒന്ന് ശല്യം ചെയ്യത്തില്ല. അതിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ അവന്മാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേയ്, സോറി, അല്പം ലേറ്റായി പോയി. ഞങ്ങൾ നിന്നെക്കുറിച്ച് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ആരും വിഷമിക്കണ്ട. ഇനിയിപ്പോൾ എന്നെപ്പറ്റി സംസാരിക്കണ്ട. നീയല്ലേ ഇവിടെ കൂടുതൽ പണമടിക്കുന്നത്. രണ്ടുപേരും സ്വന്തം കാര്യം നോക്കുക, അത്ര ഞാൻ പറയുന്നു. നീ ഉരുങ്ങിക്ക് പട്ടി. പ്ലാനിലേക്ക് വരാം. ആർമേഡ് കാർ ഹൈജാക്ക് ചെയ്യണം. എന്നിട്ട് ഡെപ്പോസിറ്ററിയിലോട്ട് കടക്കുന്നു. കാശടിച്ച് മാറ്റിയ ശേഷം മോഡ് ചെയ്ത കാറുകൾ വിടുന്നു. സംഭവം ലോഡ് ചെയ്യുന്നു, അവിടെ നിന്ന് ഇറങ്ങുന്നു. സോ ഈ മിഷന് വേണ്ടത് ഒരു ഡ്രില്ലറ്, കുറച്ച് മോഡ് ചെയ്ത കാറുകൾ, പിന്നെ ഒരു എക്സ്ട്രാ ഹെലികോപ്റ്റർ. പോത്തിൻ്റെ തൊലി. എന്താ വല്ല ബെറ്റർ ഐഡിയ വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ നീ ആദ്യം എന്നെ തട്ടിയിട്ട് അത് ചെയ്യത്തില്ല. ഇന്ന് കൺഫേം ആയിട്ട് അവിടെ ഹൈസ്റ്റിന് പോകുന്നുണ്ടോ? ആ ഡ്രസ്സ് മാറിയാൽ നിന്നെയും കൊണ്ടുപോകും. എല്ലാം റെഡിയാണല്ലോ, പിന്നെ അവിടെ ചെന്ന് കൊണ്ടാ പറയില്ലേ. ഞാൻ പോയി ബാങ്കിലുള്ള നമ്മുടെ പയ്യനെ കാണട്ടെ. ഗോൾഡ് നമ്മുടെ കൈ കിട്ടിയിട്ടില്ല, പക്ഷേ എല്ലാം നമ്മുടെ അടുത്തുണ്ട്. ടൈം കളയണ്ട, വാ. റിസ്ക് പിടിച്ച പരിപാടിയാണ്, ചുമ്മാ പേടിപ്പിക്കാതെ. ഓക്കെ, ഞാൻ താഴെ ഡ്രില്ലർ മെഷീനിലുണ്ട്. വോൾട്ടിലോട്ട് തുറക്കാൻ പോവാം. ആ ഹോളിലൂടെ ബാങ്കിനകത്തുള്ളവന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അവന്മാരെ പിടിക്കുക. കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ ചോപ്പറും കൊണ്ട് സാധനം എടുത്തുകൊണ്ട് പോവാ. ട്രവർ, സാധനം കൊണ്ട് പെട്ടെന്ന് സിറ്റിക്ക് അപ്പുറത്ത് കിടക്കണം. അവന്മാർ പുറകെയുണ്ട്. 2 ചോപ്പർ ഒരുമിച്ച് വേണം പോകാൻ. ഫുഡ് ബ്രിഡ്ജിൽ വെച്ച് കണ്ടുമുട്ടാം.
പുറകിൽ നിന്ന് RPG മിസൈൽ വരും, അത് ഹാൻഡിൽ ചെയ്തോണം. ചോപ്പർ എയർഫീൽഡിൽ കൊണ്ടുപോയി ലാൻഡ് ചെയ്യിക്കുക. ഫ്രാങ്ക്ലിൻ, ലെസ്റ്റർ, അങ്ങനെ നമ്മൾ പണക്കാരായി. ഓക്കെ, നമ്മൾ തമ്മിലുള്ള പ്രശ്നം താൽക്കാലികമായിട്ട് അവസാനിച്ചു. കിടുമക്കളെ കിടു, അങ്ങനെ അതും കഴിഞ്ഞു. ഇനിയും നമ്മൾ പണക്കാർ തന്നെ. അതെ നിക്ക്, നമ്മൾ തമ്മിലുള്ള പ്രശ്നമൊന്നും തീർന്നിട്ടില്ല. തൽക്കാലത്തേന് ഞാൻ നിന്നെ തട്ടുന്നില്ല, അത്രേ ഉള്ളൂ. കൈ ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞ് ബുഗാട്ടി കോനിക്സെഗ് ജസ്കോ ഒന്നും മേടിച്ച് റോഡിൽ കൂടെ നടന്ന് പട്ടിഷോ ഒന്നും കാണിച്ചേക്കില്ല. അവന്മാരും ഒന്ന് തൂക്കും. ഏത് കോമാളിയത് മോനെ? ഞാനാണ്. എന്ത് അകത്തോട്ട് കയറി വരാനോ? വരുക. ചായയും കാപ്പിയൊന്നും വേണ്ട, തേങ്ങ വെള്ളം ഉണ്ടെ കുറച്ച് കിടത്തോ. ഓരോ ശല്യം കയറി വന്നോളുമല്ലോ. ഒരു പേഴ്സണൽ കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഫെഡ്സനോട് ട്രെവറിനെ കൊല്ലാൻ പറഞ്ഞു. എനിക്ക് അവരെ ഒന്നും കൊല്ലാൻ പറ്റില്ല. ആ കോമാളികളല്ലേ ദുജികന്മാർ. അതുപോലെ 2 കോമാളികളെ എൻ്റെ ചായക്കടയിലെ ബംഗാളിയുടെ അടിമയായിട്ട് പോലും ഞാൻ നിർത്തത്തില്ല. അല്ലെങ്കിൽ നിനക്ക് മൈക്കിളിനെയും ട്രെവറിനെയും രക്ഷിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഈ രാജ്യത്തെ പോലീസ് ഫോഴ്സ് മുഴുവൻ നിൻ്റെ പുറകെ ആയിരിക്കും. ഇല്ലേ നിനക്ക് എൻ്റെ കൂടെ കൂടാം. 3 ഓപ്ഷൻ ഉണ്ട്, നിനക്ക് ആലോചിച്ചിട്ട് തീരുമാനിക്കുക. നിനക്കെന്താണ് തോന്നുന്നത്? എല്ലാം അടപടലാവുന്നൊരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏതോ ഒരു കോമാളി വന്നിട്ട് പറയുകയാണ് മൈക്കിളിനെ കൊല്ലണമെന്ന്. വേറൊരു തച്ചുപൊളിക്ക് ട്രെവറിനെ കൊല്ലണം. എനിക്കാണ് 2 പേരെ കൊല്ലാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ എന്നാ ചെയ്യണമെന്നൊരു പിടുത്തമില്ല. ആരുടെ ഈ കോമാളികൾ? ആ FIB എന്നുള്ള കോമാളി. ഇതിലിപ്പോൾ എനിക്ക് എന്നാ ചെയ്യുമെന്ന് അറിയാൻ പറ്റുന്നില്ല. നിനക്ക് ഇത്ര ബുദ്ധി വിവരമുള്ള നീ എന്തെങ്കിലും ആലോചിച്ചിട്ട് പറ. എനിക്കൊന്നും ഒരു പോകുമ്പോഴും കിട്ടുന്നില്ല. നീ എന്താ ചെയ്യുക? നീ മൈക്കിളിനെ കൊല്ലാൻ ട്രെവറിനെ കൊല്ലും. നീ ഒരു കാര്യം ചെയ്യേ, നമ്മൾ കഴിഞ്ഞ കേസിൽ മോഷ്ടിച്ച സ്വർണ്ണമില്ലേ, അത് നിങ്ങൾ മറ്റേ ഹൈറ്റ്സിൽ കൊണ്ടുപോയിട്ട് ഉരുക്ക്. അപ്പോൾ അത് 2 വാണങ്ങളും എന്തായാലും അവിടെ വരും. അവിടെ വെച്ച് എല്ലാത്തിനെയും തീർക്ക്. പ്രശ്നം സോൾവ് ആയില്ലേ? ട്രെവറിനോടും മൈക്കിളിനോടും ഞാനിത് പറയാം. ഓക്കെ, എനിക്ക് വേറെ ഐഡിയ ഒന്നും തോന്നുന്നില്ല. ഞാനെന്നാ പോട്ട് ബാക്കി സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്യട്ടെ. ഹേയ് മാൻ, മൈക്കും ട്രെവറും അകത്ത് കാണും. നീ വെളിയിൽ 4 പേരോടെ ഞങ്ങൾ സിഗ്നൽ തരണം. ഞാനല്ലടാ പന്നി, നേരത്തെ കൂടെ നിൽക്കുന്നവരുടെ പുതികാല് വെട്ടിക്കൊണ്ടിരുന്നത്. ഈ പരട്ടക്കിളവൻ കോമാളികൾ ദുജികത്തലയന്മാർ ഇല്ലാത്ത സമയത്ത് കണ്ണാടി ഉണ്ടാക്കാൻ നോക്കുന്നു. മര്യാദയ്ക്ക് ധൈര്യങ്ങളെ 2നെയും പിടി വെച്ചിടും ഞാൻ. ട്രെവർ, ഞാൻ പറയുന്നത് കേൾക്ക്. തൊലി തൊലി. ഞാനവിടെ കവർ ചെയ്യിക്കണം. അവിടെ ആയിട്ട് ഇരിക്കുക. അവിടെ പോയി കവറിട്. മൈക്കിൾ ഇവിടെ ഇരിക്കുക. എല്ലാവരും അവരുടെ പൊസിഷൻ ഹോൾഡ് ചെയ്ത് നോക്കിക്കോ. FIB ആണുങ്ങൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ എന്ത് അല്ല, അടുത്ത് എന്ത് വന്നു? ആരിലും വന്ന് ഉതകി വിടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ദുജികൻ വീണ്ടും നമ്മളെ ചതിക്കുന്നത് നോക്കിയിരിക്കുന്നു. മിണ്ടായിരുന്ന നായെ കുറേ ആയി ഊക്കാൻ തുടങ്ങിയിട്ട്. സ്റ്റീവ് ഹാരിസ്, ഡേവിഡ് നോർട്ടൺ, ഇങ്ങനെ കുറേ ദുജികന്മാരെ തീർക്കാനുണ്ട്. ആദ്യം അവന്മാരെ ജീവനോടെ വേണം. അവന്മാർക്ക് മുട്ടം പണി കൊടുത്താലേ ബാക്കിയുള്ളവന്മാരെ നമുക്കിട്ട് നോണ്ടായിരിക്കത്തുള്ളൂ. ഹലോ, ആരാ ഇത്? റോങ് നമ്പർ. ഈ നമ്പർ വിളിക്കുന്നു. ഞാനാ കോമാളി ഫ്രാങ്ക്ലിൻ. ഞാൻ വെച്ച് ഇതിൻ്റെ ഫോണാരല്ലോ എടുത്തത്. ഞാൻ സ്പീക്കർ ഫോണിലാണ്. ഓക്കെ, മൈക്ക് രക്ഷപ്പെട്ടോ? ഞാനിവിടെ ഉണ്ട്. മറ്റേ ദുജിക്കനോ? ഞാൻ എൻ്റെ തലയും പോയിട്ടില്ലടാ. തൈര് കേട്ടോ. സ്റ്റീവ് ഹെയ്ൻസ്, അത് കഴിഞ്ഞ് ഡെവിൻ വെസ്റ്റ്, ഞാൻ വെൽച്ചാങ്, പിന്നെ മറ്റേവൻ സ്ട്രച്ച്. സ്റ്റീവ് ഹെയ്ൻസിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഷോട്ട് ഗൺ വെച്ചവൻ്റെ കുട്ടി ഞാൻ പൊട്ടിക്കും. ഹരോൾഡ് ജോസഫിൻ്റെ ഫോണിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പോയി വിങ്ചെങ്ങിനെ കൊല്ലട്ടെ. ലോസ് സാൻഡോസ് മാലാക്കന്മാരുടെ നാട്, ഇല്ല കുറ്റവാളികളുടെ നാട്. ഇതിൻ്റെ ഇടയിൽ FIB മാത്രമേ ഉള്ളൂ. കോപ്പ് ആ ഫ്ലോ അങ്ങ് പോയി. കട്ടി, ഇതൊക്കെ ആരുടെ എഴുതി വെക്കുന്നത്? ഓക്കെ, ഒന്നുകൂടെ പിടിക്കേ. എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? താടിയൊക്കെ സെറ്റ്, ജോലിനൊക്കെ കാണാനുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടെ സംസാരിക്കാം. ഞാൻ സ്റ്റീവ് ഹെയ്ൻസ്.
ഓപ്പ് ആരോ ഹെയിൻസിനെ ഷൂട്ട് ചെയ്തു. കൊണ്ടാരോ ആരെങ്കിലും ഇങ്ങോട്ട് പോടേ. ചത്ത് ട്രവർ അവിടെ നിൽക്കരുത്, എസ്കേപ്പ് ആവും, പോലീസ് വരുന്നുണ്ട്. ഞാൻ സ്ട്രെച്ചിൻ്റെ പുറകെ ഉണ്ട്, അവനെ ഞാൻ തീർത്തോളാം. ഓക്കെ, ഞാൻ കോഡ്സിലുണ്ട്. ഇതിലേതാണ് സ്ട്രെച്ച്? കിളവാ, തനിക്കൊരു കണ്ണാടി മേടിച്ച് വെച്ചൂടെ? ഹേയ് മാൻ, സ്ട്രെച്ചിനെ തീർത്തിട്ടുണ്ട്, ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുക. ഡേയ്, നിന്റെ ചങ്ക് സ്ട്രെച്ചിനെ തീർത്തു. ഇനി അവനെ കൊണ്ട് സീനൊന്നും ഉണ്ടാകില്ല. അവൻ്റെ ചങ്കൊന്നുമല്ല, കൂടെ നിന്ന് മുതുകാലി വെട്ടിയവനെ. സോ മെയിൻ രുചികനെ ആരാ തീർക്കുന്നേ? ഞാൻ തന്നെ, ട്രവർ. ഞാൻ ഡെവിൻ വെസ്റ്റിനെ തീർക്കാൻ പോകുന്നു. കുറച്ച് പരിപാടിയുണ്ട്. ഇതൊക്കെ ഈ കോപാളി എത്ര ആളാ പേ ചെയ്യുന്നേ? ആവശ്യത്തിനുണ്ടെന്ന് കരുതുന്നു. മുതുകോമാളി നീ ഇതിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നോടാ? ഇറങ്ങി വാടാ പട്ടി. നിന്നെ ഇന്ന് കൊണ്ടുപോയി ഞങ്ങൾ ഗ്രില്ലടിക്കും. എൻ്റെ അമ്മൂമ്മേ, കൊത പഠിച്ചു. ഹേയ് ടീ, എല്ലാം ഓക്കെ അല്ലേ? നെവർ ബെറ്റർ. കൊള്ളാം. ഫ്രാങ്ക്ലിൻ എന്തിയേ? ഓൺ ദ വേ. ഫ്രാങ്ക്ലിൻ, എന്തൊക്കെയുണ്ട്? അപ്പോൾ ആ കോമാളി കിട്ടിയല്ലേ? നോക്കട്ടെ. പാവം, ഞാനാണ് കാരണം. ഞാൻ ഓപ്ഷൻ സി എടുത്തത് കൊണ്ടാണ്. നിന്റെ കഴപ്പത്തരങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു പ്രൈവറ്റ് കമ്പനിയെ ഏൽപ്പിച്ചു. എന്നിട്ട് അവന്മാർക്ക് നീ പൈസയും കൊടുത്തില്ല. നിനക്ക് ഇൻഷുറൻസ് ഉണ്ടോടാ കോമാളി? എന്തായാലും ശരി, പിന്നെ കാണാം. ബായ്. ഒരു യാത്ര പോയിട്ട് വാ. കമോൺ, തള്ളിവിട്. അങ്ങനെ അതും കഴിഞ്ഞു. ഇനിയും കുറച്ചു കാലത്തിന് ആരും വള്ളിയൊന്നും പിടിക്കാൻ നിൽക്കണ്ട. ഈ അങ്കിൾമാരെ കാണുമ്പോൾ പ്രായമാവുന്നതിനെ പറ്റി ഓർത്ത് പേടിയാവുന്നുണ്ട്. തൈര്. ഇപ്പം ശരി, കാണാം. നീ പേടിക്കണം 2K ആവണവേ.